അത് 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 അതിനൊരു ആധ്യാത്മികതയുണ്ട്. എന്താ കാര്യം? നിന്തിരു മുമ്പിൽ നിന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പിന്നെന്താണ്? പ്രത്യാശ ഒന്ന് മാത്രം. അത് ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കുള്ള പ്രത്യാശ ഭാരങ്ങളെ ലഘൂകരിക്കുന്നു. അതാണ് വിഷയം. ഈ പ്രത്യാശ നമുക്ക് അറിവിൻ്റെ തലത്തിലുണ്ടാകാം, അനുഭവ തലത്തിലുണ്ടാകാം. അപ്പോൾ ഇത് അറിവിൻ്റെ തലത്തിൽ എപ്പോഴും വരുന്നൊരു വിഷയം, എല്ലാവർക്കും പ്രത്യാശ ഉണ്ട്, അത് അറിവിൻ്റെ തലത്തിലാണ്. അങ്ങനെയല്ല, ഇതിനൊരു പ്രത്യാശയുടെ ഒരു അഭിഷേക തലമുണ്ട്. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട് അനുഭവ തലം കഴിഞ്ഞിട്ട് ഒരു അഭിഷേക തലമുണ്ട്. അതാണ് എപ്പോഴും നമ്മൾക്ക് ദൈവാനുഭവത്തിന് നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കപട ദൈവാനുഭവമായി പോകും. ദൈവാനുഭവം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവാനുഭവം ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും എല്ലാ വിഷയവും, വചനത്തിനും അഭിഷേകമുണ്ട്, അറിവുണ്ട്, അനുഭവമുണ്ട്, അഭിഷേകമുണ്ട്. അപ്പം ഇത് മൂന്ന് ഓരോ ഘട്ടങ്ങളാണ്, വളർച്ചയുടെ ഘട്ടങ്ങൾ. ആദ്യം അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത്, പിന്നെ അത് അനുഭവമാകും. അനുഭവം എല്ലാവർക്കും ആകത്തില്ല. അത് ആരാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ആരാണ് ആ വചനം എക്സിക്യൂട്ട് ചെയ്യണത്, അതായത് പ്രയോഗിക്കുന്നവരെ. അപ്പം ദൈവത്തിന് അങ്ങനെ ഒരു ആളിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും എപ്പോഴും. കാര്യം നമ്മൾ അസസ്മെൻ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മളെ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ, നിങ്ങളെ പ്രാർത്ഥനയിൽ വളരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല അസസ്മെൻറ്റ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെക്കുറിച്ചുള്ള ഒരു തൂക്കി നോക്കലേ, അക്കത്തൂക്കങ്ങൾ നോക്കുന്നത് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ്. അതിൽ ഉള്ളിൽ വിചാരം എന്നൊക്കെ വേണേൽ പറയും. ഇപ്പോൾ ഉള്ളിൽ വിചാരം, ഇപ്പോൾ നമുക്ക് വിശ്വാസം പോലും ഉള്ളിൽ വിചാരമല്ലേ. പുറമേയുള്ള പറച്ചിലാണെങ്കിലും ആദ്യം എങ്ങനെയാണ് വരുന്നത്? അത് പുറമേ നമ്മൾ ചെയ്യുകയും ചെയ്യും, പറയുകയും ചെയ്യും, അല്ലേ? വിശ്വാസം നമ്മളിങ്ങനെ പ്രഖ്യാപിക്കും. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് പിന്നീട് നമ്മൾ പ്രയോഗിക്കും. ഇതെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചാൽ നമുക്ക് പ്രഖ്യാപിക്കാം. അത് ഇപ്പോൾ ഈ ലിപ് സർവീസ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ള 20% ഇൻകമാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം ഇതെല്ലാം. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി 20-30 ഇത്രയും നാൾ ഞാൻ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുകയും അവരിൽ ദൈവം പ്രവർത്തിക്കണ കാണുകയും അതേസമയം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനും അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ കൈവരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഗോഡ് മസ്റ്റ് നോ ദാറ്റ് വി ആർ സിൻസിയർ ആൻഡ് സീരിയസ്. പ്രത്യേകിച്ച് അവൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സിൻസിയറിറ്റി ഉണ്ട്. അപ്പോൾ ദൈവത്തോട് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്? വചനം കേൾക്കും. കേട്ട് കഴിഞ്ഞാലും പിന്നെ അടുത്ത സംഭവം എന്താണ്? വചനം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടത് പ്രയോഗിക്കും. വചനം നടപ്പിൽ വരുത്തും. നടപ്പിൽ വരുത്തി കഴിഞ്ഞതിന് ശേഷം അതായത് അടുത്ത സെക്ഷനിലാണ് വചനം അഭിഷേകമാകണത്. ഇതെല്ലാം ദൈവാനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനാണ്. ദൈവാനുഭവത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം അറിവ്, പിന്നെ അനുഭവം, പിന്നെ അഭിഷേകം, അങ്ങനെ പോണത്. അപ്പം നിങ്ങളുടെ IELTS, വസ്തു വിൽപ്പന, കല്യാണം കഴിപ്പിക്കൽ, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള മിനിമം പരിപാടിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മരിക്കണ വരെ ഇതുപോലെ പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യണതിന് ഒരു മിനിമം വോൾട്ടേജ് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫുൾ എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിഷയത്തിനൊരു പിൻപിടുത്തം വരുന്ന കാര്യം. നിങ്ങളുടെ ബുദ്ധിയും ബോധവും കഴിവും ചിന്തയും ആലോചനയും എല്ലാം ഒറ്റ വിഷയത്തിലേക്ക്. കല്യാണം താമസിക്കുന്നത് എന്താണ്? പിള്ളേരുണ്ടാകാത്തത് എന്താണ്? ജോലി കിട്ടാത്തത് എന്താ? ഈ അതായത് ഒരു ആധ്യാത്മികമായി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ലോ ആയിരിക്കും പ്രോസസ്സ്. ദൈവമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകുന്നത് സ്ലോയാണ്. അതിൻ്റെ കാര്യം ഭയങ്കര കൊളസ്ട്രോളാണ് ആൾക്കാർക്കെല്ലാം. എങ്ങനെ കൊളസ്ട്രോളാണ്? നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോളുള്ള, ഹൃദയത്തിൽ കൊളസ്ട്രോൾ കാരണം പോലെ തന്നെയായിരിക്കും ആത്മീയ ജീവിതത്തിലും കൊളസ്ട്രോൾ ഉണ്ടാകും.
അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അമിത പ്രാധാന്യം എപ്പം നിങ്ങൾ വസ്തുക്കൾക്ക് കൊടുത്താൽ അപ്പോൾ ആ വിഷയത്തിന് ദൈവത്തെക്കാൾ ഇപ്പം എന്ത് നിങ്ങളുടെ വിഷയമെന്ന് വെച്ചാൽ ദൈവമല്ലല്ലോ, ദൈവത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ലേ വിഷയമാക്കണം നമ്മൾ. ദൈവമല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ദൈവത്തിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടണത്, എപ്പോഴാണ് വീട് വെക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ സ്ഥലത്തെ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കും, സ്ഥിരമായിരിക്കും സംഭവം. നമ്മൾ പറഞ്ഞ ആധ്യാത്മികമായ ഒരു പിത്തം പിടിക്കലെന്ന് പറയത്തില്ലേ, പിത്തം വരും. അതുപോലെ നെയ്മുറ്റൽ എന്നൊക്കെ പറയണത് പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കോഴികളൊക്കെ നെയ്മുറ്റണം നമ്മ വെല്ലുമിച്ചമാരൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ആധ്യാത്മികമായ നെയ്മുറ്റലിരിക്കും. അതിൻ്റെ എല്ലാം സ്ലോ ആയിരിക്കും. അതിൻ്റെ കാരണം വിഷയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി വെക്കുന്ന വിഷയമായാലും അതിന് ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം ചില സമയത്ത് വരും. അതൊന്ന് നിങ്ങളൊന്ന് ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തുന്നത് നല്ലതായിരിക്കും. അമ്മയെ നമ്മളറിയാം, ഉടമ്പടിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അമ്മ എപ്പോഴും വിഷയത്തേക്കാൾ പ്രാധാന്യം അമ്മയ്ക്ക് ദൈവമായിരിക്കും, ദൈവവചനമായിരിക്കും. അതാണ് അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത. വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കും വചനം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വചനം ഈ പറഞ്ഞ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ മാത്രമൊന്നുമില്ലേ. അത് അങ്ങനെ വരാൻ കാരണം ഈ വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കണം വചനം. പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യം നിന്റെ വചനത്തിന് കൊടുക്കുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഒരു മാർഗമാണത്. എന്താണ്? വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കുന്നത്. അത് മരിയൻ കോൺസെപ്റ്റാണ്, മരിയൻ അപ്രോച്ചാണ്. ദാറ്റ്സ് എ കോർ ഓഫ് ദി മരിയൻ സ്പിരിച്വാലിറ്റി. മാതാവിൻ്റെ ആധ്യാത്മികതയുടെ ഒരു പ്രശ്നം നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് മാതാവിൻ്റെ പേരിൽ കുറച്ച് വെടിവാണങ്ങളും അതുപോലെ തന്നെ ചെണ്ട കൊട്ടിപ്പോകാനൊക്കെ അല്ലാതെ നമുക്ക് കറക്റ്റ് അമ്മയുടെ സ്പിരിച്വാലിറ്റി അറിയത്തില്ലല്ലേ. ഇപ്പോൾ 5 ലക്ഷം രൂപ മുടക്കി മാതാവിൻ്റെ പെരുന്നാൾ നടത്തിയെന്നൊക്കെ പറയുമ്പോഴും പിറ്റേ ദിവസം അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾക്ക് മാതാവോട് യാതൊരു ബന്ധമില്ലെന്ന്. അതാണ് പ്രശ്നം. ഇത് നമ്മൾ വളരെയേറെ ഇപ്പോൾ അമ്മ മാതാവിൻ്റെ പെരുന്നാളിനൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സ്പിരിച്വാലിറ്റി ഒന്ന് ഫോളോ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും. ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ കണ്ണിലൊന്നും പൊടിയിടാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യന്മാരുടെ മുമ്പിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നമ്മുടെ ശുദ്ധമായ ഉടായ്പകൾ കാണിക്കാതിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്സ് നടത്തുമ്പോൾ തന്നെ അത് മുഴുവൻ സ്കാൻ ചെയ്ത് അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പുറത്ത് വരും. പിന്നെ വല്ല നടക്കുക. പക്ഷെ വളരെ സൂക്ഷിച്ചിടപെടേണ്ട ഒരാളാണ് ദൈവം, വളരെ സൂക്ഷിച്ച്. ഇപ്പോൾ നീ നിൻ്റെ പ്രാർത്ഥന ഇന്ന് മാറ്റി വെക്കണം വിചാരിച്ചോ, നിൻ്റെ സമയം നീ മാറ്റി വെക്കണം വിചാരിച്ചോ. അപ്പോൾ ഈ സമയം മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇന്ന് സപ്പർ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക. അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്താണ് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ സമയം ചേഞ്ച് വന്നത്, അപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് ഔട്ടായി. എന്താ കാര്യം? നിനക്ക് അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്തോ കാര്യം വന്നു, തീർന്നില്ലേ? എന്തിനാ കൊണ്ടുപോയി പണി മേടിക്കണേ? എന്തിനാ? അപ്പം തന്നെ ദൈവത്തെ അറിയാം. കാര്യം ഇതിന് വരുന്ന എന്തൂസിയാസം, അത് ആദ്യമേ തന്നെ വചനം കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയണത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ റെഫറൻസിൽ ആരും വരരുതെന്ന്. വേറെ ദൈവമില്ലെന്നല്ല, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ദൈവത്തിന് വരണം. ഈ ഫസ്റ്റ് പ്രയോറിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്തൂസിയാസം വരണം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്?
അത്യുത്സാഹം എന്ന് വെച്ചാൽ എൻതയോസ്, അത് ഇൻ ഗോഡ്, ദൈവം ഉള്ളിലുണ്ടാകണം. ദൈവം ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി വരണത്, അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ മുൻഗണന പ്രയോറിറ്റി എന്നൊക്കെ അറിയാതൊക്കെ ഇംഗ്ലീഷ് പറയണ കേട്ടോ, അറിഞ്ഞുകൊണ്ടല്ലോ കേട്ടോ. അതായത് ഈ നമ്മുടെ ഈ മുൻഗണനാ ക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുൻഗണനാ ക്രമങ്ങളുടെ ഏത് സ്ഥാനത്താണ് ദൈവം വരുന്നത് അതിന് ആനുപാതികമായിരിക്കും നിൻ്റെ എന്തൂസ്യാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരേണ്ടത് ഈ ഇപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ ഗർഭസ്ഥ ശിശു എന്തൂസ്യാസ്റ്റിക്കായി, അപ്പോൾ തന്നെ ആത്മാവിൽ നിറഞ്ഞ്. എന്നിട്ട് ഈ എലിസബത്ത് എന്താ പറയണത്? മറിയത്തെ കാണുമ്പോൾ അപ്പം തന്നെ ഇത് സ്കാൻ ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് പുറത്തു തന്നെ കണ്ടില്ലേ? അതായത് അമ്മയുടെ അഭിവാദനം കേൾക്കുമ്പോൾ തന്നെ ആ വൈര് സെക്കൻഡിൽ മാതാവിന് ഇങ്ങനെ പെട്ടെന്ന് പച്ച വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും. എന്നിട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരും. എന്താണ്? മേരി, യു ആർ ബ്ലെസ്ഡ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന്. ഉദരഫലം അനുഗ്രഹീതമാണെന്ന് അമ്മ പോലും സ്കാൻ ചെയ്തിട്ടില്ല പ്രഗ്നൻ്റ് ആണെന്നറിയുള്ള കാര്യം ഇല്ലേ? മാലാഖയുടെ ഒറ്റ അഭിവാദനത്തിലാണ് നിൽക്കുന്നത്. ആൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷേ എലിസബത്താണ് സ്കാൻ ചെയ്തിട്ട് ഗർഭിണിയെ സ്കാൻ ചെയ്യണത്. പെട്ടെന്ന് ഒറ്റ അഭിവാദനത്തിൽ എലിസബത്ത് സ്കാൻ ചെയ്യും. എന്താ കാര്യം? എലിസബത്തിൽ അങ്ങനെ ആളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഈ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാട്. ഈ വെല്ലേമിച്ചിരി വയറ്റി കിടക്കുന്ന ഗർഭസ്ഥ ശിശു സ്നാപയോഹന്നാൻ തുള്ളിച്ചാടുമ്പോൾ പെട്ടെന്ന് പറയുന്ന സംഭവമാണ്. അതാ സമയത്ത് സ്കാനിങ് നടക്കുന്നത്. ഗർഭിണിയെ സ്കാൻ ചെയ്യണപ്പോഴാണ് എന്താ പറഞ്ഞത്? മേരി, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ദാറ്റ് മീൻസ് യു ആർ പ്രഗ്നൻറ്റ്. എലിസബത്ത് അല്ലേ പറയണത് അമ്മയോട് പ്രഗ്നൻ്റ് ആണെന്ന്? ഇല്ലേ? അത് ഒറ്റ കാഴ്ചയിലാണ് പറയണത്. അപ്പോൾ അമ്മ പറയും മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ്. പിന്നീട് അതിനേക്കാൾ എന്തൂസിയാസ്റ്റിക്കായിട്ടാണ് അമ്മ പറയണത്. എന്താ പറയണത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. വാക്ക് വിട്ടുപോകരുത്. ഉദരഫലമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു സാധാരണ കുഞ്ഞിനെക്കുറിച്ചല്ല അവിടെ സംസാരിക്കണത്. എന്താ അമ്മ സംസാരിക്കണത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്പെൽ. ഇപ്പം ഗോസ്പലാണ്, പക്ഷേ ഫസ്റ്റ് സ്പെല്ലാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യത്തെ മംഗളവാർത്ത കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുറിച്ച് പറയുക, ആദ്യത്തെ ഒരു ഫസ്റ്റ് നോളജാണ്. എന്താണ്? രക്ഷകനായ ദൈവം. അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു പറഞ്ഞില്ലേ? മത്തായി 1:21. മത്തായി സുവിശേഷം 1:21. പറഞ്ഞോളൂ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞേ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞോളൂ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഒന്നുകൂടി പറഞ്ഞേ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ എലിസബത്ത് എന്താ പറയണത്? നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് നോളജ് വരണത് ഉദരഫലത്തെക്കുറിച്ചാണ്. അത് ബ്ലെസ്സഡ് ആണെന്നാണ്. അതിൻ്റെ അമ്മ ആ വചനം കേട്ടിട്ട് പ്രതിവചനം പറയണത് എന്താണ്? അമ്മ പ്രതിവചനം പറയണത് എന്താണ്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. പറഞ്ഞേ, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ബേസിക്കായിട്ട് ഹു ഈസ് ജീസസ്? ഇറ്റ് ഈസ് റിവീൽഡ്. എന്താണ്? രക്ഷകനായ ദൈവമാണ്. എന്ത് രക്ഷയാണ്? ബേസിക്കായിട്ട് അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാം. എൻ്റെ ദൈവപൈതലേ, ഈ പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ, പാപത്തെ പേടിച്ച് കുറ്റബോധം ഉണ്ടാക്കാനല്ല, പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ
കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? അതായത് ആരാണ് ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ആരാണ്? ദൈവം കുറ്റം ആരോപിക്കാത്തവൻ. നമ്മൾ ശക്തൻ ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം അതുതന്നെയാണ്. അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴേ മക്കളെ, പ്രാർത്ഥനയുടെ ഈ ഫോർമാറ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും വരണത് നമ്മുടെ ഭൗതിക ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന സോക്കോൾഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫിസിക്കൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ച് നാളത്തേക്കൊക്കെ പോകാമെന്നല്ല, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന് ആളെപ്പിടി കിട്ടും. പിടിയാണ്, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഫിസിക്കൽ ഫേവേഴ്സ്, സോ കോൾഡ് ഫിസിക്കൽ ഫേവേഴ്സ് മീൻസ് ഭൗതിക ആനുകൂല്യങ്ങൾ. ഈ ഭൗതിക ആനുകൂല്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് കുറേ കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ച് ടൈം ബീങ് നമുക്ക് പോകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും, ഓർഡർ തമ്മാവ ആളറിയുമെന്ന് പറയും. അതാണ് സംഭവം. എന്താ കാര്യം? ചുമ്മാ ഇങ്ങനെ ഈ വാലാട്ടണമെന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഇറച്ചി കഷ്ണം കിട്ടും വിചാരിച്ചുകൊണ്ടാണ് ഈ വാലാട്ടൽ. അതുകൊണ്ടാണ് സ്തുതിക്കുകയും പ്രാർത്ഥനയൊക്കെ ഉള്ളത്. ഇറച്ചി കഷ്ണം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും തിരിഞ്ഞ് കടിക്കാൻ സാധ്യത ഉണ്ടെന്നറിയും. അത് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യന്മാർക്ക് ഇത്രയും ബുദ്ധിയില്ല. പക്ഷെ ബുദ്ധിയുടെ ആകത്തുകയാണ് ദൈവം. ഇപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ഈ വിഷയത്തിൽ. എന്നും കൊന്നും നിങ്ങളുടെ ഭൗതികമായ ഈ കാര്യം മാത്രമാണ് ദൈവത്തോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതിക ആനുകൂല്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ മാസം ആവശ്യമുള്ള സാധനം അടുത്ത മാസം ആവശ്യമില്ല. ദാറ്റ് മീൻസ് കാലഹരണപ്പെട്ട് പോകുന്നു. കാലഹരണപ്പെടാത്ത ദൈവത്തോട് കാലഹരണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ ദൈവത്തിന് നമ്മൾ കാലഹരണപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി ഹോട്ട് പോയിൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഇന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ലോഹയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഞാൻ സാധാരണഗതിയിൽ മാക്സിമം ലോഹയാണ് ഉപയോഗിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ എനിക്ക് കരഞ്ഞാണ് ഈ ഉടുപ്പ് മേടിച്ചത്. 85 പട്ടം കിട്ടിയതാണ്. പക്ഷേ ഉടുപ്പ് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് 4 വർഷം, അതിനൊന്ന് 3.5 വർഷം മുമ്പാണ് ഉടുപ്പ് വാങ്ങിക്കേണ്ടത്. 81 82 അന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. എനിക്ക് ഉടുപ്പ് കിട്ടാത്തൊരു സാഹചര്യം സെമിനാരി ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കാര്യം എൻ്റെ അതായത് സെമിനാരിയുടെ അസസ്മെൻ്റ് അനുസരിച്ച് ചില സമയത്ത് എനിക്ക് അപ്ഡേഷൻ വന്നു പോയത്, ചില സമയത്ത് എനിക്കൊരു ചെറുകറ നിനക്കൊരു റീജൻസി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് റീജൻസി ഒരു ടൈമിന് ആവശ്യമുണ്ടായെങ്കിലും ഒരു സെമിനാരിലെ ഫിലോസഫിയുടെ ആ കാലങ്ങളിൽ എനിക്ക് തോന്നിയായിരുന്നു ഒരു കൊല്ലം റീജൻസി എടുക്കണമെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കർത്താവിൻ്റെ ചിന്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറച്ചു കളഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള തോന്നിവാസങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. അതായത് ഒരു കൊല്ലം ലീവ് എടുത്തിട്ട് ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചുറ്റുക, അങ്ങനെയൊക്കെ ഒരു ആവശ്യവും ചിന്ത ആ കാലങ്ങളിലുണ്ടായിരുന്നു. അന്ന് കുറേ എഴുത്തും വായനയും കഥകളും അതുപോലെയൊക്കെ ഫിലോസഫിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലം, ചെറുപ്പത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ഇന്ത്യ മുഴുവനും ഡിസ്കസായിട്ട് നടന്ന് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മിഷൻ രാജ്യങ്ങളിൽ പോണ കാലങ്ങളിൽ അതാണ് എൻ്റെ മനസ്സിരുന്നത് മുഴുവനും. മിഷനിൽ പോകണം. കാര്യം അച്ഛനാകണ കാലത്തും മിഷനിൽ പോകണമെങ്കിൽ ഞാൻ വയറാണ് ഞാൻ സെമിനാരിൽ ചേരണത്. അന്ന് പറ്റാത്തത് കൊണ്ട് ഈ ഒരു കൊല്ലം എടുത്തിട്ട് മിഷനൊക്കെ ചുറ്റും നടന്ന് കാണണം, അങ്ങനെ കുറേ ചിന്തകളൊക്കെ ആയിട്ട് നടക്കിയിരുന്നു. പക്ഷേ എന്തോ എന്നെ പെട്ടെന്ന് ബിഷപ്പ് തന്നെ എന്നെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. അത് ബിഷപ്പല്ല, ഈശോ തന്നെ ബിഷപ്പിൽ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ എനിക്ക് അഭിഷേകം കിട്ടി ഉടുപ്പ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത്രയും കൊതിച്ചാണ് ഉടുപ്പ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ വല്ലപ്പോഴും വല്ല ട്രെയിൻ യാത്രയ്ക്ക് അത്യാവശ്യം നമുക്ക് വളരെ മോശം കണ്ടീഷനിലാണ് നമ്മൾ യാത്ര ചെയ്യണമെന്നെങ്കിൽ ബാത്റൂംസിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഉടുപ്പിന് മാന്യതയില്ലാത്ത സ്ഥലങ്ങളിൽ, അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഉടുപ്പ് ഒഴിവാക്കത്തുള്ളൂ. അതായത് അല്ലാത്ത സമയത്തെല്ലാം ഉടുപ്പ് ധരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് ധരിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. കാര്യം നമുക്ക് ജനത്തെ പേടിയില്ല.
എന്താ കാര്യം? നമ്മളൊരു ഒരു വിശ്വാസിയുമാണ്, ഒരു വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണ് എന്ന് സമൂഹം അറിയണം, എല്ലാ ജാതിക്കാരും അറിയണം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. അത് ഒരു വിശ്വാസം നമുക്ക് നൽകുന്ന ഒരു ധൈര്യമാണ് ശരിക്കും. വെച്ച് കഴിഞ്ഞാൽ ആരും എവിടെ ചെന്നാലും നമ്മൾ ഏത് ഇപ്പോൾ അച്ഛന്മാരുടെ മാർക്കറ്റ് റേറ്റുകൾ കൂടിയാലും കുറഞ്ഞാലും അതൊന്നും പലപ്പോഴും എന്നെ ബാധിക്കാറില്ല. ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഒത്തിരി പുണ്യപ്പെട്ട അച്ഛന്മാരുടെ ഒത്തിരി ശുശ്രൂഷകളൊക്കെ വരും. അതേസമയം ചില ആൾക്കാർ ഷട്ട് ഔട്ട്സുകൾ വരും. അപ്പോൾ ആൾക്കാർ സമൂഹത്തിൽ ചിലപ്പോൾ അവരുടെ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ റേറ്റിംഗ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്താ കാര്യം? നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇത് ധരിക്കാവുന്ന കർത്താവിൻ്റെ സഭയുടെ ഒഫീഷ്യൽ ശുശ്രൂഷകനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്ന ആളാണ്. എന്താണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സൂക്ഷ്മതകളില്ലേ, അത് നിങ്ങൾക്ക് അതായത് ഇന്ന് നിങ്ങളും ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ വിശ്വാസികളാണെന്നുള്ളത് കർത്തൃസന്നിധിയിൽ പുറത്ത് നിങ്ങളെ പ്രകടിപ്പിക്കണം. കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഒന്ന് ഒളിച്ചും പാത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തില്ല. പക്ഷേ പറയാം, വിശ്വാസം അത് ഉള്ളിലല്ലേ ഇരിക്കേണ്ടതാണ്, അവൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, അത് നടക്കത്തില്ല. അത് ഒരുതരം ഭീരുത്വമാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ, ഇപ്പോൾ 10:32 എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അതാ വിഷയം. അത് വിശ്വാസം ഏറ്റുപറച്ചിലാണ്. അതിൻ്റെ തന്നെയാണ് ഈ ഡ്രസ്സിങ്ങൊക്കെ വരുന്നത്, ഡ്രസ് കോഡൊക്കെ വരുന്നത് ഒരു ഏറ്റുപറച്ചിലാണ്. കുറച്ച് ധൈര്യം കീപ്പ് ചെയ്താണ് എപ്പോഴും നല്ലത്. വിശ്വാസമാണെങ്കിൽ നീ അത് പുറത്ത് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ലോകകപ്പ് കഴിയുമ്പോൾ ഓരോരുത്തർ ഗോൾ അടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ പിതാനും പുത്രനും പരിശുദ്ധാത്മാവും നടക്കുന്നത്? അതായത് 10 മെത്രാന്മാർ വിചാരിച്ച നടക്കാത്ത സംഭവമാണ് ഒരു ഫുട്ബോൾ പ്ലെയറെ കൊണ്ട് നടക്കുന്നത്. അതാണ് വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. അതാണ് എൻ്റെ വിഷയം എന്നത്. അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ. അപ്പം മനുഷ്യരുടെ മുമ്പിൽ എന്തിനുള്ളതാണ്? ഏറ്റു പറയാനുള്ളതാണ്. ഈ ഉടമ്പടി കത്താൻ കാര്യം എന്താണ്? ഇത്രയും പെട്ടെന്ന് ഉടമ്പടി ദൈവം തരുമ്പോഴും എനിക്കറിയത്തില്ല ഇത് ഇത്രയും വല്ലാത്ത രീതിയിൽ ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്. ഇപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പ്രസൻസ് എത്ര കാലം മുതൽ ദൈവം അഷ്വർ ചെയ്ത സംഭവമാണ് പ്രസൻസ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുന്നെങ്കിലും ഉടമ്പടിയിലല്ലേ ആൾക്കാർ അനുഭവസാക്ഷ്യം പറയണത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ. അതെന്തുകൊണ്ടാണ്? മറ്റേത് പ്രാർത്ഥനാ രൂപങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം വെന്റിലേറ്ററായാലും അതുപോലെ തന്നെ ബോധമില്ലാഞ്ഞ് കിടക്കുന്ന സമയത്തായാലും ശരി, ഇനി കോടതിയിലായാലും ജയിലിലായാലും എല്ലായിടത്തും അമ്മയുടെ സാന്നിധ്യം കണ്ടു. അമ്മ അതുപോലെ എനിക്ക് പ്രത്യക്ഷമായ പോലെയുള്ള അടയാളം കണ്ടു എന്ന് ആൾക്കാർ പറയുന്നത് സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം എന്ന് പറയണത് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കണത് എന്താ എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുക്കുമ്പോൾ അത് ഉടമ്പടി കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ വാഗ്ദാനങ്ങളും ദൈവം പാലിക്കും. കാര്യം എന്താ? നമ്മൾ ആ വാഗ്ദാനത്തിൽ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ ഏറ്റുപറച്ചിലും വിശ്വാസം ഏറ്റുപറച്ചിൽ നിങ്ങളെ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ട്രോളുകൾ ഉണ്ടായാലും ഞങ്ങൾക്കത് ഒരു സന്തോഷം, ഒരു സൗമ്യമായിട്ട് അതിനെ കാണുന്ന കാര്യം എന്താണ്? ഇത് വരുത്തി വച്ചിരിക്കുന്ന ദൈവാനുഭവം എന്ന് പറയുന്നത് ചില്ലറയല്ല. എന്താ കാര്യം? ഒന്ന്, ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ ഏറ്റു പറയേണ്ടി വരും. മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന് വിശ്വാസം ഏറ്റു പറയേണ്ടി വരും. ഏറ്റു പറയുക മാത്രമല്ല, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോഴേ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. പ്രസംഗിക്കാൻ പറ്റാത്തവർക്കും പ്രസംഗിക്കാനുള്ളൊരു വേദിയായിട്ടാണ് സുവിശേഷ കൈമാറ്റം നടക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ അളിഞ്ഞ മോന്തയുമായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ തമ്മിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. വേറെ വ്യത്യാസം അതീവ സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട്. അവരാണ് ബ്രാൻഡഡ് ആകണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ ഉടമ്പടിയുടെ ഇത്രയും ഭയങ്കരമായ രീതി ഹെവി ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ കാരണം സാക്ഷ്യങ്ങൾ എങ്ങനെയായാലും 25 സാക്ഷ്യങ്ങളല്ലേ ഒരു ദിവസം പറയിപ്പിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങൾ. ഞങ്ങളെല്ലാം ജനറൽ സാക്ഷ്യങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി പേർക്ക്. അതുകൂടാതെ ഇവിടെ പറയിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ 20 ഉണ്ട്, 25-20 ഇടയ്ക്ക്. അത്രയും സമയമേ നമുക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം, മേജർ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ കാരണം ആ ഉടമ്പടിയുടെ ചേരുവകയാണ്. അതായത് അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പക്ഷെ അത് ആരാണത് കൃത്യമായിട്ട് അത് പ്രയോഗിക്കണത്, അതാണ് വിഷയം. ആ പ്രയോഗത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ചൊല്ലാൻ ആർക്കും പറ്റുമല്ലോ. അത് വല്ല മുറിയും അടച്ചിട്ട് അകത്തിരുന്നുണ്ട് ഇരുട്ടത്തിരുന്നുണ്ട് പിച്ചുമയും പടം പോലെ ചെയ്താൽ പോരെ. അതിൻ്റെ അകത്ത് കഥയില്ല സംഭവം. അതിൻ്റെ അകത്തൊരു പ്രഖ്യാപനമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയണില്ല. 20% ഇൻകം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. 20% ചൊല്ലണ പ്രാർത്ഥനയ്ക്ക് 20-30% ഇൻകമാണ് റിട്ടേൺസ് ഉള്ളത്. ബാക്കിയെല്ലാം ചെയ്യണമെങ്കിൽ പരസ്യമായിട്ട് ചെയ്യണം. രഹസ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം. ആളുകളൊക്കെ ആയിരിക്കാൻ വേണ്ടി ഈശോ പറയും വലം കൈ ചെയ്യണത് ഇടം കൈ അറിയാൻ പാടില്ലെന്ന്. പക്ഷേ വിശ്വാസ പ്രഖ്യാപനമെല്ലാം മനുഷ്യരുടെ മുമ്പിലാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇത് നിങ്ങൾക്ക് വരുന്നൊരു കുഴപ്പം, നിങ്ങൾ ചെയ്യണില്ലെന്നല്ല പ്രശ്നം. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ ഈ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കോറിലേക്ക് പോകുന്നില്ല ചില ആൾക്കാർ, ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകാത്തതിൻ്റെ കാരണം ഒരു കാര്യമുണ്ട്. അതിൽ നിങ്ങൾ സാങ്കേതികമായിട്ടാണ് ആൾക്കാർ ചിലർ ചെയ്യണത്. സാങ്കേതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 15 പത്രമുണ്ട്. 5 പത്രം കൊടുത്തേച്ചു. ഇനി 10 വീട്ടിൽ കൂടി പോകണം. എവിടെയൊക്കെ പോകണം? വല്ല പരിചയമുള്ള വീട്ടിൽ പോകാം. നമുക്ക് പണി കിട്ടാത്ത വീട്ടിൽ പോയല്ലേ, നമുക്ക് പണി കിട്ടാത്ത വീട്ടിൽ പോകാമല്ലേ എന്നൊക്കെ ചിന്തിച്ച് ദൈവമായിട്ടൊരു കോംപ്രമൈസൊക്കെ ഒത്തുതീർപ്പൊക്കെ എത്തിയിട്ട് ഇത് സാധനം എങ്ങനെയും കൊടുത്ത് ഒപ്പിക്കും. ഈ ഒപ്പിക്കുന്നതിന് സാങ്കേതികം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാവില്ല, പ്രവാചകൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. ഒന്ന് പറഞ്ഞ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. പ്രതിഫലം ബേസിസിലാണ് കേട്ടോ, അത് ഓർത്തുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളില്ലേ, ദൈവദൃശ്യത്തിന് കിട്ടുന്ന കൃപയല്ലെങ്കിൽ പിന്നെ എന്താണ്? അനുഗ്രഹം. ഇത് എങ്ങനെയാണ്? നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതിന് അതിന് ആനുപാതികമായിരിക്കും. അതാണ് 10:41 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. പ്രവാചകനായി പരിഗണിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. ഇപ്പോഴെന്താണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്? അതായത് കുറേ നാളുകളെ ബേസിക്കായിട്ടൊരു ശുശ്രൂഷ ഉണ്ട്. ക്രിസ്തു ആരാണെന്നതിനെക്കുറിച്ച് ബേസിക് ശുശ്രൂഷ. ഈ ബേസിക് ശുശ്രൂഷ അല്ലാതെ ആഗന്തുകമായിട്ടുള്ള ശുശ്രൂഷകളും ഉണ്ട്. എന്താ ബേസിക് ശുശ്രൂഷ എന്ന് പറയുന്നത്? ഇപ്പം നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു എന്നാരാ പറഞ്ഞത്? എലിസബത്ത് പറഞ്ഞേ അല്ലേ? നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. അപ്പോഴേ എലിസബത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമ്മയെ സ്കാൻ ചെയ്തപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അമ്മയെ അറിയിക്കും. അപ്പോൾ ആ അമ്മ ഈശോയെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആദ്യമേ ഈ ഈശോനെ അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവം നൽകുമ്പോൾ അതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അവൻ തൻ്റെ ജനങ്ങളെ Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം. ആരാധന. ഹല്ലേലൂയ. മത്തായി 1:21. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്ന് പറഞ്ഞേ, അവൻ തന്റെ ജനത്തെ അവന്റെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഈ ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ സഭയല്ലാതായി മാറി. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ NIA സ്റ്റാൻ സ്വാമിയുടെ വെബ്സൈറ്റിലോട്ട് ഈ ഇംപ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, കുറേ ഡേറ്റ ഇംപ്ലാന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ
സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷ്യത്തിന് കാരണമായി. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായ അവസാനം വരെ കർത്താവിൻ്റെ ജോലി ചെയ്ത ആളാണ്. പക്ഷേ വിമർശനം എന്താ? ലോഹം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിമർശനം. ഒരു വിമർശനം ഇങ്ങനെ ലോഹം ഉപയോഗിച്ച് ഒരു പടം കാണിച്ചു തരാമെന്നൊക്കെ ചോദിക്കണില്ലേ സോഷ്യൽ മീഡിയയിൽ. പിന്നെന്താ ഇങ്ങനെ കുർബാന ചൊല്ലിയിട്ടുണ്ടോ? അതൊക്കെ ചോദ്യങ്ങളാണ്. ചെല്ലിയാലും ചെല്ലില്ലേലും ചോദ്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും സഭാപ്രവർത്തനായാലും ബേസിക്കുകൾ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സഭയ്ക്ക് നമുക്ക് സോഷ്യൽ സർവീസൊക്കെ നടത്താൻ പറ്റും, എന്ത് വേണമെന്ന് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ നടത്താൻ പറ്റും, പിന്നെ ബോധവൽക്കരണ പരിപാടികൾ ആദിവാസികളുടെ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ തലമുറ എണ്ണനാക്കാൻ പറ്റത്തില്ല. ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ പറഞ്ഞ് അവൻ തന്റെ ജനങ്ങളുടെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ദ സാക്രിഫൈസ് ജേസു എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് ജീസസ്, ദ കോസ്റ്റ് ഫോർ വിച്ച് ജീസസ് ഇമാൻസിപ്പേറ്റഡ്. അവൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്താ? ജനങ്ങളെ വിശുദ്ധീകരിക്കാനാണ് പാപങ്ങളിൽ നിന്ന്. പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ വിഴിഞ്ഞ സമരത്ത് ഞാൻ പ്രതിയാണ്. കേസ് എടുത്തിട്ടില്ല. ഒരു നേരത്തെ ഉണ്ടായിരുന്ന കേസിന് കഴിഞ്ഞ ആഴ്ച ഞാൻ കോടതി പോയി വന്നതേ ഉള്ളൂ. അതെന്താ? അത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സുവിശേഷ മുന്നേറ്റങ്ങളാണ്, നീതിക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതേസമയം തന്നെ ഇതിന് ബേസിക്സ് ഉണ്ട്. എന്താ കാര്യം? അവൻ തൻ്റെ ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ചെങ്കിൽ അവൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും ചുമതലയാണ് ജനങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. ജനങ്ങളെ വിശുദ്ധീകരിക്കാതെ വേറെ എന്ത് എഡ്യൂക്കേഷൻ ചെയ്താലും വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്താലും അതിനൊക്കെ പട്ടിക്കാട്ടത്തിൻ്റെ വിലകളേ ഉള്ളൂ. തലമുറ എണ്ണതാക്കാൻ പറ്റത്തില്ല. അത് വിഷയം സീരിയസ്. അത് നിങ്ങളും അത് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരും ഈ വിഷയത്തെ ശ്രദ്ധിക്കണം. എന്താ കാര്യം? നിങ്ങൾ അതായത് സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങളെ പ്രവാചകനായി സ്വീകരിക്കുകയാണ്. പ്രതിഫലം അത് ദൈവപുത്രനായിട്ട് സ്വീകരിക്കുകയും രക്ഷകനെ ഇപ്പം അമ്മ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? എലിസബത്ത് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന് പറഞ്ഞപ്പോഴേ അതിന് മറുപടി അമ്മ എന്താ പറഞ്ഞത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. നിങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ചെയ്യുന്ന കാര്യം ദൈവ തിരുസന്നിധിയിൽ നമുക്കറിയാമല്ലോ, മക്കളുണ്ട് 8-17 അതൊരു റാങ്കാണ്, ഒരു ബ്രാൻഡാണ്. പക്ഷേ ദൈവം ഈ മക്കൾ എന്നതിനേക്കാൾ ഉയർന്ന ഒരു റാങ്കുണ്ട്. നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ റാങ്കിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇന്നലെ എന്നെ ഒരു ക്യാപ്റ്റൻ വിളിച്ചു. നമ്മുടെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മിലിറ്ററി ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാർ ഇന്നലെ കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊമോദോസ്, അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് റാങ്കാണ്. ഇതുപോലെ ലോകത്തിലുള്ള എല്ലാത്തിനും ഇതുപോലെ റാങ്കുകളുണ്ട്. മക്കളൊരു റാങ്കാണ്. ഈ മക്കളെ തന്നെ റാങ്ക് ആകണമെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ളത് അതേ രീതിയിൽ തന്നെ നമുക്ക് ബോധം ഉണ്ടാവുകയും മക്കളെപ്പോലെ നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ വ്യാപരിക്കുകയും ചെയ്യണം. എന്തായിരുന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൃത്യമാകണമെങ്കിൽ ഉടമ്പടി വല്ലാത്ത ഫലങ്ങൾ തരും. കാരണം ഞാൻ അച്ഛനായിട്ട് 37 വർഷമായി. ഈ 37 വർഷത്തിനുള്ളിൽ നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളും ഇവിടെ ഉള്ളതും മറ്റു ധ്യാനകേന്ദ്രങ്ങളുള്ളതും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഉടമ്പടിയുടെ കാലഘട്ടം തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഈ വ്യഥകളെന്ന് പറയുന്ന സംഭവം അഡ്രസ്സ് ചെയ്യുന്നത് ഉടമ്പടിയിലാണ്. വ്യഥകളെന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഇപ്പോൾ രോഗശാന്തി, ഇപ്പോൾ ധ്യാനകേന്ദ്രങ്ങളൊക്കെ രോഗശാന്തികൾ ഒത്തിരി നടക്കും. പക്ഷേ ഉടമ്പടി രോഗശാന്തി മാത്രമല്ല, വ്യഥകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു, ട്രബിൾസ്. അത് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുക്കുകയും അതാണ് കണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 4-ാം അധ്യായത്തിലെ വ്യഥകൾ. മത്തായി 4:24. 4:24.
അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എന്ന് പറഞ്ഞ അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. അപ്പൊ ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ, അതായത് ദൈവം ക്രിസ്തുവിലൂടെ ചെയ്യുന്നതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും മത്തായി 4:24 അതിൻ്റെ അകത്ത് ഒന്നാണ് രോഗങ്ങൾ മാത്രമല്ല, വ്യാധികൾ മാത്രമല്ല, പിന്നെന്താണ് വ്യഥകളെന്ന് പറയുമ്പോൾ ഈ വ്യഥകൾ ഇത്രയും നാളായിട്ട് വേണ്ട പോലെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? വ്യഥകളെന്ന് പറയുന്നത് എന്താണ്? പലതരത്തിലുള്ള വ്യഥകളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ഒരു മുള്ളംകൊല്ലി എന്നൊരു മോളെ സാക്ഷ്യം പറഞ്ഞ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുക്കാൻ അവൾക്ക് മനസ്സില്ല. അമ്മ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മെറിറ്റുള്ള ആളാണ്. പഠന കാര്യങ്ങൾക്കായാലും മാർക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാം നല്ല കോൺഫിഡൻസാണ് ആൾ. അപ്പോൾ പിന്നീട് അവസാനം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ ഒരു ആവശ്യമുണ്ടോ, നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച പള്ളിയിൽ ഈശോയല്ലേ ഉള്ളത് എന്ന് അങ്ങനെ ധരിക്കുന്ന ഒത്തിരി പേരില്ലേ. അങ്ങനെ ഒരാളാണ്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് അവൻ പിന്നെ ഉടനെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അന്നു ജോസ് അങ്ങനത്തെ പേരാണ്. എന്താ പ്രശ്നം? അവൾ ചെയ്ത ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, അവൾ ഈ രോഗികളെ കാണാൻ പോകണമല്ലോ, അതിന് പകരം അവർ ചെയ്തിരിക്കണത് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും അവരുടെ ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല ഇവ പറഞ്ഞ കുഞ്ഞുങ്ങൾ. അതായത് ഒരു മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്ന കുട്ടികളെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ച മുഴുവനും പോയി ശുശ്രൂഷ ചെയ്യാൻ. ഒരാഴ്ച. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രാവശ്യം പോകാൻ പറയുമ്പോൾ അവർ ഒരാഴ്ച പോവുകയാണ്. ഇത് എന്താ പ്രശ്നം? അതിൻ്റെ ഫലമെന്ന് പറയണത് വെട്ടിക്കെട്ട് ഫലമാണ്. അതായത് ഈ ടൈം ഷോർട്ട് ചെയ്ത് വരുന്ന കാര്യമായിട്ട് വിസ പ്രോസസ്സിങ്ങിലാണ്. അതിൻ്റെ ടൈം അതിന് വരുന്ന ഒരു പേപ്പർ കിട്ടാനുള്ള സാധ്യതയില്ല. അതിന് 2.5 മാസം എടുക്കും. ഇപ്പോൾ ഓഫർ ലെറ്ററും അതുപോലെ തന്നെ വിസയും അതിന് കിട്ടേണ്ട വേറെ ഇടയ്ക്ക് വരുന്ന വില പേപ്പേഴ്സും ഒക്കെ പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളിലുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ സമയത്ത് നടക്കാൻ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞങ്ങൾ അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ സീറ്റ് ഫില്ലായിരിക്കുകയാണ്, അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഇവർക്ക് സങ്കടമായി. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്ന അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടണത്? നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ? അമ്മ മാതാവിൻ്റെ അടുത്ത് ഈ വിഷയം വെച്ചിട്ടില്ലേ? വിഷയം വെക്കുക മാത്രമല്ല, എടുത്തിട്ട് സാങ്കേതികമായിട്ട് എടുത്തിരിക്കണമല്ല, ആത്മാർത്ഥമായിട്ട് അമ്മയും മകളും ആ സംഭവം ചെയ്യാണ്. അപ്പോൾ ഒരു രോഗികളെ കാണാൻ പുസ്തകത്തിൽ അത് രോഗികളെ അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവരെയൊക്കെ പോയി അമ്മയും മകളും പോയി സന്ദർശിക്കുകയാണ്. അതായത് അവർ ഇത് തന്നെ മെയിൻ കാര്യമായിട്ട് എടുക്കുകയാണ്. അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അല്ല, എന്നാൽ രോഗികളെ കണ്ടേക്കാം, എന്നാൽ പിന്നെ വല്ല ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും പോയി കാണാം എന്തൊക്കെ വിചാരിച്ച് വല്ലയിടത്തും രോഗികളുണ്ടോ എന്നും പറഞ്ഞ് പണ്ട് ഓടെ ചെമ്പേപ്പിച്ചുള്ള ആരോഗ്യം കൊടുക്കാനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ നടക്കുമായിരുന്നു. അതുപോലെ രോഗികളുണ്ടെന്ന് ചോദിച്ചു നടക്കുകയല്ലേ ബന്ധുക്കളോടൊക്കെ. എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ അനങ്ങിയ അപ്പം തന്നെ അത് മാർക്കാവും. അനങ്ങിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നു എന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ കണ്ണിപ്പൊടി ഇടുമ്പോഴേ കാണിക്കരുത്. ഒരിക്കലും ചെയ്തില്ലെന്നേ ഉള്ളു, ചെയ്ത് കുളമാക്കരുത്. കാലെ പിടിച്ച് പറയുകയാണ്. എന്താ കാര്യം? ആൾക്കാർക്ക് അതിനുള്ള ടെൻഡൻസി ഉണ്ട്. എല്ലാം ഇങ്ങനെ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്.
ഈ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ പ്രകൃതിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിക്കവാറും അന്ധകനായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ചെയ്യുക, എല്ലാം ഇങ്ങനെ ഒപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ ഒരു സാധാരണ ടെൻഡൻസി ഉണ്ടാവില്ല ആൾക്കാർക്ക്. അപ്പം അങ്ങനെ ഓരോ കാര്യവും അങ്ങനെ ആൾക്കാർ ചെയ്യണതേ ഓരോരോ രീതികളിൽ. ഇപ്പം 2 പാത്രം കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോൾ ആ മുട്ട വറുത്തതാണ് അമ്മച്ചി ഇതിൻ്റെ തന്നെ വെച്ച് ചോറ് 2 പാത്രം ചോറുണ്ടാക്കി കഴിയില്ലെന്ന് പറയും. 2 പാത്രം ചോറുണ്ടാക്കി എനിക്ക് കഴിയില്ല, ചോറ്റ് പാത്രം തന്നെ വെച്ചേക്കാൻ പറയും കറി. അതെല്ലാം ചുരുക്കത്തിൽ ചെയ്യണം. അത് നമ്മുടെ പണ്ട് പോലെ ചെയ്യണമാണ് നമ്മൾ ചുരുക്കത്തിൽ. ഇങ്ങനെ എല്ലാത്തിനും ചുരുക്കത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആവും. പിന്നെ ദൈവം അനങ്ങത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ആ വിഷയം ഓറിയൻറ്റഡ്. നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടി എന്തെങ്കിലും സാങ്കേതികമായിട്ട് ചെയ്ത് ഒപ്പിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് സ്നേഹമില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ ബ്രാൻഡഡ് ആവും. അതാണ് വിഷയം. സ്നേഹമില്ലെന്ന് എൻ്റെ അടുത്ത് മനസ്സിലാകും. സാങ്കേതികമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്നേഹമില്ലല്ലോ. ആ എണ്ണി ഒപ്പിക്കുകയല്ലേ സംഭവം. അത് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം വിഷയം ചെയ്യാൻ. എന്നുവെച്ചാൽ നിങ്ങൾ ഇത് ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, എന്നെ നയിക്കുന്ന ശക്തി എന്താണ്? ദൈവസ്നേഹമാണോ? ദൈവസ്നേഹമാണോ? രോഗികളെപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തൊക്കെ ഞാൻ പണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്തുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഒരു എക്സർസൈസാണോ അതോ ദൈവസ്നേഹമാണോ? ഈ ദൈവസ്നേഹം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പാടായിരിക്കും. അതാണ് വിഷയം വേണ്ടത്. നമുക്കൊരു ഇപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യുന്നതാണല്ലോ സംഭവം. അത് സാങ്കേതികമായി ചെയ്യുന്നത് കൊണ്ടാണ് ഉടമ്പടി സ്ലോ ആകാൻ കാരണം. മനസ്സിലായേ? ഒരിക്കലും നമ്മൾ പോയിന്റിൽ നിന്ന് പോകുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഈശോ ചില നോട്ടുകൾ തരുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മുടെ പോയിന്റിൽ നിന്ന് നമ്മൾ പോകുന്നില്ല. എന്താ പ്രശ്നം? ഉടമ്പടി ലാഗാകാൻ കാരണം അതിന് കാരണം ഒരു കാരണം അത് സാങ്കേതികമായി ചെയ്യുന്നു എന്നുള്ളതാണ്. സാങ്കേതികമായിട്ടല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവിക പുണ്യങ്ങളെ കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ദൈവിക പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പിന്നെന്താണ്? പ്രത്യാശ, പിന്നെന്താണ്? ദൈവസ്നേഹം. അപ്പോൾ ദൈവസ്നേഹത്താലാണ് ഈ വിഷയം ചെയ്യേണ്ടത്. ഇനി എൻ്റെ വിഷയം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഇപ്പം രക്തസ്രാവക്കാരി രോഗി തന്നെ അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അവിടെ രക്തസ്രാവക്കാരി രോഗിയില്ലേ, അവൾ കർത്താവിൻ്റെ പുറകിൽ കൂടിയല്ലേ പോണത്. ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലല്ലേ അവൾ തൊടുന്നത്. അങ്ങനെ തൊടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് ഉണ്ട്. എന്താണത്? താൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ ഉള്ളിൽ കരുതലാണ് കൗണ്ടാകണത്. മനസ്സിലായില്ലേ? ഉള്ളിൽ അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഉള്ളിൽ എന്താണ് കരുതണമെന്ന് നോക്കണം. ഉള്ളിൽ എന്താണ് കരുതണമെന്ന്. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കണമല്ലേ, പത്രം കൊടുക്കണവർക്ക് തന്നെയാണ് കാനഡയിൽ പോകുന്നത്. മനസ്സിലായോ? ഉള്ളിൽ കരുതേ, വെറുതെ ഇരന്ന് പണി മേടിക്കണി. അതായത് ഉള്ളിൽ നീ എന്ത് കരുത്? ദൈവസ്നേഹമില്ലല്ലോ അവിടെ, സാങ്കേതികമായി ചെയ്യണം. പത്രം കൊടുക്കണമല്ലേ, പത്രം കൊടുക്കുന്നവർക്ക് തന്നെയാണോ PR കിട്ടണത്? ഉള്ളിൽ കരുതിയപ്പോൾ എന്താ കാര്യം? ഉള്ളിൽ കരുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ സ്നേഹത്തിലല്ല വർക്ക് ചെയ്യണത്, സാങ്കേതികമായിട്ട് വർക്ക് ചെയ്യണത്. സാങ്കേതികൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. അവിടെ വരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട്. ഉള്ളിൽ കരുതുന്നത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതായത് ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കരുതണ കൊണ്ടാണ് രക്തസ്രാവക്കാരി രോഗി തൊട്ടപ്പോൾ തന്നെ കറണ്ടടിച്ച് അവൾ സൗഖ്യപ്പെട്ടത്. കാര്യം അവൾ ഉള്ളിൽ കരുതി അവൻ്റെ വസ്ത്രത്തെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന്. ഇനി വേറെ ഒരു സൗഖ്യത്തെ ഉണ്ട് നെഗറ്റീവായിട്ട് ഉള്ളിൽ കരുതുന്ന ആൾക്കാർ. 9:4 വായിച്ചുള്ളൂ മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 9:4. മത്തായി 9:4 വായിച്ചുള്ളൂ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. അവരുടെ വിചാരം, അത് ഉള്ളിൽ കരുതിയ പാർട്ടിയാണ്. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് പറഞ്ഞേ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? തിന്മ വിചാരിക്കുന്നത് എന്ത്?
ഏതാണ് എളുപ്പം? ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇവര് പാപം ക്ഷമിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതി. ദാറ്റ് മീൻസ് അതെന്താണ്? യേശുവിലുള്ള അവിശ്വാസമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം ഉള്ളിൽ കരുതുന്ന രണ്ട് സംഭവത്തെ രണ്ടായിട്ട് കൗണ്ട് ചെയ്യും. ഒന്ന്, ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോഴാണ് അനുഗ്രഹം നടക്കുന്നത്. രക്തസ്രാവക്കാര രോഗി ഉള്ളിൽ കരുതി എന്താണ്? വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കും. ഇനി ഈ നിയമജ്ഞനും ഫരിസേയരും എന്താ ചെയ്തത്? ആ തറവാട് രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ പാപം മോചിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതിയപ്പോൾ യേശു എന്തെടുത്തത്? അവിശ്വാസമായി കരുതി. അതാണ് വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളിൽ കരുതുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ദൈവം കൗണ്ട് ചെയ്യണത് അവിശ്വാസമായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം മക്കളെ, സീരിയസ് വിഷയമാണ്. നിങ്ങൾ ഉള്ളിൽ കരുതുന്നത് നെഗറ്റീവ് ആണെങ്കിൽ കർത്താവ് അത് കൗണ്ട് ചെയ്യണത് എന്തായിട്ടാണ്? അവിശ്വാസമായിട്ടാണ്. സാങ്കേതികമല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബൈബിൾ എന്താ പറയണത്? സന്തോഷത്തോടെ പോയി തനിക്കുള്ളതിൽ മത്തായി ശ്രീയുടെ സുവിശേഷം 13:44 സാങ്കേതികമല്ലാതെ എണ്ണിച്ചുട്ട് സാങ്കേതികമല്ലാതെ ഒപ്പിച്ചുണ്ടാക്കാതെ പിന്നെ എങ്ങനെയാണ് ദൈവപൈതൽ ഈ വിഷയം ചെയ്യേണ്ടത്? മത്തായി 13:44 എന്താ പറയണത്? സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി. സാങ്കേതികമായിട്ടല്ല, മനസ്സിലായ? ഇതാ വിഷയം. നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം. ഇതൊന്നും ഞാൻ ചിന്തിച്ച് എടുത്ത കാര്യമല്ല. ഇപ്പോൾ ഈശോ ഓൺലൈനിൽ നമുക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സാങ്കേതികമായിട്ട് ചെയ്ത വരൾച്ച ഉണ്ടാകും, ഉടമ്പടി പിൻപിടുത്തം ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ ചെയ്യേണ്ടത്? വായിച്ചോളൂ മോളെ. സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നൊരു വിഷയമാണ്. ഈ 10:44 ഇപ്പോൾ വായിച്ചുകേട്ടത് എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയല്ല, ഒളിപ്പിച്ച് വെച്ചിരിക്കണ നിധിയാണ്. കൈയടിച്ച് നിന്റെ നിധികളെല്ലാം ദൈവം മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? ഇത് നീ കണ്ടെത്താൻ സന്തോഷത്തോടെയാണ് പോയി. നിൻ്റെ സമയം, നിൻ്റെ അഭിമാനം, ഇങ്ങനെ കുറേ സാധനം വിൽക്കാനുണ്ടല്ലോ. ഉടമ്പടിയല്ല, വർക്കൗട്ട് ചെയ്യത്തില്ലേ? നമ്മുടെ ഇപ്പം ആൾക്കാർ വിചാരിക്കുക, അയ്യോ ഞാൻ ഡോക്ടറാണല്ല, MD ആണല്ല, ഞാനെങ്ങനെ പത്രം കൊടുക്കണത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ട്. ഈ സ്റ്റാറ്റസ് നമ്മൾ ഡീപ്രമോട്ട് ചെയ്യാതെയും കൊടുക്കാതെയും നമുക്ക് ഈ വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും അത് കച്ചവടം ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായൊരു അനുഗ്രഹമാണ് സ്റ്റാറ്റസ്. കാര്യം ഈ കൃപയും അനുഗ്രഹവും തമ്മിൽ വരുമ്പോൾ ഈ കൃപ ലഭിക്കുന്നത് സ്റ്റാറ്റസ് പ്രൊമോഷനാണ്. സെല്ലൗട്ട് ചെയ്യാൻ നമ്മുടെ എന്തെങ്കിലും സെല്ലൗട്ട് ചെയ്യാനുണ്ടാകണം. സെല്ലൗട്ട് ചെയ്യാൻ, അത് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക്, അത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമായിരിക്കണം ഉണ്ടാകേണ്ടത്, ലാഭം ഉണ്ടാകാൻ പാടില്ല. പ്രഥമ ദൃഷ്ടിയ നഷ്ടം ഉണ്ടാകുന്നത് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെങ്കിൽ അത് ഒന്നാമത്തെ സ്റ്റാറ്റസ് തന്നെ ഇരിക്കും, നമ്മുടെ സ്റ്റാറ്റസില്ലേ. അപ്പോൾ പലപ്പോഴും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിലർ ഇപ്പോൾ ഉടമ്പടി എല്ലാ ദിവസവും ഇവിടെ രോഗികൾക്കൊഴിച്ച് ബാക്കി ആരോടും കാരുണ്യമില്ലല്ലോ. ഉടമ്പടി കാരുണ്യം കാണിക്കത്തില്ല. ഉടമ്പടി രോഗികളോടും അങ്ങനെ കാണിക്കുന്നില്ല കാരുണ്യം. കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. മാനുഷ്യമായി നീ കാണിക്കുന്ന കാരുണ്യമല്ല. ക്രിസ്തുവിനെ ഒരാൾക്ക് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ പിന്നെ കാരുണ്യം കൊണ്ട് എന്താ പ്രയോജനം? ക്രിസ്തുവിനെ കൊടുക്കണം. ഇപ്പോൾ രോഗികളാണ്, ദേരിച്ചൊക്കെ നിങ്ങൾ ആദ്യം പോയി ആരെങ്കിലും ബന്ധുക്കൾ വന്ന് ഉടമ്പടി എടുക്കാൻ പറയും അവരോട്. എന്താ കാര്യം? സംബഡി ടു, അതായത് നിങ്ങൾ ആശുപത്രിയിൽ പോയി ചില സമയത്ത് ഒരു മാസം താമസിക്കുകയും ചിലപ്പോൾ ആൾക്കാർ മാറി അവിടെ നിൽക്കുകയും ചെയ്യും അല്ലേ? ഇവിടെ മാറി നിൽക്കേണ്ട.
രോഗിനെ ഒന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ മുകളിൽ പോയി ഒരു ഉടമ്പടി എടുത്താൽ മതി. അത്രയുമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ നോക്കത്തുള്ളൂ. ഈ ബന്ധുക്കൾ രോഗിയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ എനിക്കങ്ങനെ ഒരു സങ്കടവും വരത്തില്ല. ഞാൻ പറയുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് വരാൻ പറയും. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് വേണമെങ്കിൽ ആ രോഗിയുടെ കൂടെ ഒരു ദിവസം നിൽക്കും. അവർക്ക് 1 മണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ 4% വിശ്വാസം അവർക്ക് ഉടമ്പടിയിലില്ല. അപ്പോൾ പിന്നെ വേണമെങ്കിൽ എന്താ ചെയ്യണത്? ഒക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതാണ് അവരുടെ മെൻറ്റാലിറ്റി. ആ മെൻറ്റാലിറ്റി അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? അംഗീകരിച്ചിട്ട് കാര്യമില്ല. അതായത് നമ്മളിവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ഇത് നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സത്യസന്ധമായിട്ടാണ് വിശ്വസിക്കണത്. ആ സത്യസന്ധമായിട്ട് വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുവിനും അത് മനസ്സിലാകണം. അതിനെന്ത് ചെയ്യണം? അളിഞ്ഞ മോന്തമായിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല. സന്തോഷത്തോടെ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങളെ ക്രിസ്തുവിനെയാണ് വിഷയം ചെയ്യണമെങ്കിൽ, അതായത് എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കണമെന്ന്? ഇതാണ് നിലപാട്. സ്റ്റാൻ സ്വാമി ആയാലും ശരി ചിലപ്പോൾ വിമർശിച്ചെന്ന് വരും. നിലപാടാണ്. കാര്യം എന്നോട് തന്നെയുള്ള വിമർശനമാണ് ഞാൻ പുറത്ത് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്നൊരാളെ മോചിക്കാതെ വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടും അത് ക്രിസ്ത്യൻ പ്രവർത്തനമല്ല, സെക്കൻഡ് ഗ്രേഡാണ്. സെക്കൻഡ് ഗ്രേഡ് പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം, ഫസ്റ്റ് ഗ്രേഡ് അല്ല. പറഞ്ഞു വരുന്ന ഇതാണ് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്യണ കാര്യം സന്തോഷത്തോടെ ആകണമെന്നുണ്ടെങ്കിൽ എന്നാ സംഭവിച്ചത്? ദൈവത്തിന് പ്രാധാന്യം കിട്ടണം. അവിടെ ഉടമ്പടി വിഷയം നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് വിഷയം വേണ്ടത്. ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നടക്കാനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണത്. വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നല്ല, പക്ഷേ ഒന്നാമത്തെ സ്ഥാനം എന്ത് ചെയ്യണം? ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ലേ? എനിക്ക് നിങ്ങളോടെല്ലാം വ്യക്തിപരമായിട്ട് പിടിച്ചത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. ആളിൻ്റെ ആധിക്യം അത്രയുമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ കൗൺസിലിംഗ് നടത്തുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. നിങ്ങൾ തന്നെ ഉള്ളിൽ തോന്നണം, കർത്താവേ ഞാൻ ചെയ്യണം ദൈവസ്നേഹത്തോടെയാണ്. ദൈവസ്നേഹത്തോടെ ആണെങ്കിൽ കാര്യം ദൈവസ്നേഹം ഇല്ലാതെ മാനുഷികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങൾ. എൻ്റെ മക്കൾക്ക് മനസ്സിലായ അച്ഛൻ പറയണത്? മാനുഷികമായി നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ. ഏത് ജാതിക്കാർക്ക് സ്നേഹം ഉണ്ടാവും അല്ലേ? മനുഷ്യന്മാർക്ക് സ്നേഹം ഉണ്ടാവും. മനുഷ്യനേക്കാൾ സ്നേഹമല്ലേ പട്ടികൾ. എൻ്റെ അമ്മു, നമ്മൾ യൂട്യൂബിലെ കാണത്തില്ലേ എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക്? യജമാൻ അകലിൽ നിന്ന് വരുമ്പോൾ തന്നെ കയറി നിൽക്കണ കാണാം മോഡിൽ. ആ സമയമാകുമ്പോൾ കാത്തു നിൽക്കണ കാണാം. ഞെട്ടിപ്പോയി. നമ്മൾ പുറത്തു പോകാൻ പറ്റത്തില്ല. അത് കാരണം 2ാം നിലയിൽ പോയി അകലേക്ക് നോക്കി നിൽക്കുകയാണ് വഴിയിലിട്ട് 5:40 ആകുമ്പോൾ. അപ്പോൾ നായ്ക്കുട്ടികൾ പോലും എന്തോ ഒരു സ്നേഹമാണ് കാണിക്കണത്. ഇങ്ങനെയുള്ള സ്നേഹം മനുഷ്യർക്കും അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ ഇതിലൊന്നും സുവിശേഷം വർക്കൗട്ട് ചെയ്യത്തില്ല. മാനുഷികമായ സ്നേഹത്തെ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സുവിശേഷം ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൃപയാണ്. കൃപ ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ദൈവം കാണിച്ച പ്രസാദപരത്തിനാണ് കൃപയെന്ന് പറയണത്. അതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ 12:18 മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കൃപയെ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ മനുഷ്യന്മാർ കാണിക്കുന്ന സ്കെയിലില്ലേ, ആ സ്നേഹത്തിന് അതിലംഘിക്കണം. എപ്പോഴും ഈശോ അതിലംഘിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഇപ്പം നിങ്ങളോട് 1 മൈൽ 5:42 അല്ലെ മത്തായി സുവിശേഷം എന്താ പറയണത്? 1 മൈൽ നിങ്ങളോട് കൂടെ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ പോവുക. നിങ്ങളുടെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ചണ്ട കൊടുക്കുന്നവന് മേലെങ്കിൽ കൊടുക്കുക. ദാറ്റ് മീൻസ് മാനുഷികമായ സ്നേഹത്തെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവികമായി അല്ല. ഈ സത്യദൈവത്തെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം അതാണ്. എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം, സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അസ്വാഭാവികമായ കാര്യങ്ങൾ നമുക്ക് താങ്ങാനാവാത്തത്. അപ്പം ലക്ഷ്യം മാനുഷികമായ അല്ല അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? കൃപയിലാണ് ചെയ്യേണ്ടത്. ദൈവമാണ് എൻ്റെ ലക്ഷ്യം. കൈയിടിച്ച് കർത്താവിനെ ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ പോവുക. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ.
5:41 എല്ലാം ഡബിളാണ്. ഈ ഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ അവരുടെ സ്വാഭാവികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം മനുഷ്യന്മാർ അവിടെ ഓർക്കുക. അപ്പം ലക്ഷ്യം മാനുഷിക സ്നേഹമല്ല. മനുഷ്യന്മാർക്ക് അവരുടെ സ്വാഭാവികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വെല്ലുവിളി എന്ന് പറയണത്. അതെന്താണ്? ദൈവസ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവസ്നേഹം കൊണ്ട് ചില കാര്യങ്ങൾ ദൈവസ്നേഹം കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിനക്ക് സ്വാഭാവികമായ രീതിയിൽ ആ വിഷയം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ദൈവസ്നേഹം വേണമെന്നതിൻ്റെ അർത്ഥം, ദൈവസ്നേഹത്തിൻ്റെ കുറവുണ്ടെന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ അമ്മായിയമ്മ പ്രഷർ അടിച്ച് കിടക്കുകയാണ്, ഒരു രോഗം. നിൻ്റെ അനിയത്തിൻ്റെ മനസ്സമ്മതമാണ്. അപ്പം നിനക്കറിയാം, ആരെങ്കിലും ഒരു ഹോം നേഴ്സിനെ വിളിച്ച് നിർത്തിയാൽ മരുന്ന് കൊടുക്കുമെന്നറിയാം, നിനക്ക് ഉറപ്പായിട്ട് അറിയാം. പക്ഷെ അതേസമയം തന്നെ നിനക്ക് വേറെ രീതി എടുക്കാം. അനിയത്തെ വിളിച്ച് പറയാം, എടി ഞാൻ കല്യാണത്തിൽ വന്നോളാം, തലേ ദിവസം വന്നോളാം, ഈ കാര്യത്തിൽ പ്രഷറാണ്, ഹോം നേഴ്സ് എങ്ങനെയെങ്കിലും മരുന്ന് കൊടുത്ത് ഒരു നേരത്തെ 2 നേരത്തെ സമയം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ചത്തുപോകും. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മനസ്സിലായ? അതായത് ഇതിൻ്റെ വിഷയം എന്നത് ഇത് ഇവരോട് നിയമപരമായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു പ്രഷറിന് മരുന്ന് കൊടുക്കുക എന്നുള്ളത് അത് ഹോം നേഴ്സിനെ വെച്ച് നമുക്ക് ചെയ്യാം, നമുക്കും ചെയ്യാം. ഇതിൻ്റെ വരുന്ന ഇതുപോലെയാണ് ദൈവത്തിൻ്റെ തിരുസേന വരുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. നമുക്ക് വേണേൽ കടമ നിർവഹിക്കാം. അതേസമയം തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ടും ദൈവസ്നേഹത്തോടെയും ചെയ്യാം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ ശുശ്രൂഷകളും ഉടമ്പടി വിഹിതമായ ശുശ്രൂഷകളെല്ലാം ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ വരുന്നൊരു വിഷയം എന്ന് പറയും, ഞാൻ പറയണത് നിങ്ങൾക്ക് കോടീശ്വരന്മാരാകാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. എങ്ങനെ കോടീശ്വരൻ? നമ്മൾ ലോട്ടറി അടിച്ച് കോടീശ്വരന്മാരല്ല. ദൈവ തിരുസന്നിധി കോടീശ്വരനാകുന്നത് ബൈബിളിൻ്റെ ഒരു വലിയ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. അതാണ് കർത്താവിനെക്കുറിച്ച് പറയുന്നത്. ദൈവ തിരുസന്നിധി സമ്പന്നനാകാതെ ഇല്ലേ? 12:50 അല്ലേ? വായിച്ചുമോളെ, അത് 12 കാണാം, ലുക്ക 12. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. വായിച്ചോളൂ. ലൂക്ക 12:15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. ദൈവത്തിരുസേന സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവന്റെ സ്ഥിതിയും ഇപ്രകാരമാണ്. ലൂക്ക 12:21 വായിക്കുക. ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകുക. എൻ്റെ മക്കളെ, എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളുടെ ക്യാപിറ്റൽ, മൂലധനം, ആത്മീയ മൂലധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? ദൈവ തിരുസന്നിധിയിലുള്ള സമ്പാദ്യം. ഇനി ദൈവ തിരുസന്നിധി സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഉടമ്പടി അതിന് നിങ്ങളെ എങ്ങനെ സഹായിക്കുന്ന? ഇതുകൂടി അറിഞ്ഞാൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവ തിരുസന്നിധിയിൽ എങ്ങനെ നിങ്ങൾക്ക് സമ്പന്നനാകാം? അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയാമോ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ മക്കൾ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അതിൻ്റെ ഇഫക്റ്റ്, റിസൾട്ട് എന്ന് വെച്ചാൽ മക്കളാണെങ്കിൽ പിന്നെ എന്താണ്? 8:17 വായിച്ച റോമാ 8:17 എന്താണത്? മക്കളാണെങ്കിൽ അവകാശികളുമാണ്. പക്ഷേ എന്തിൻ്റെ അവകാശികളാണ്? 1:10-3:9 അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പൊ നമ്മൾ എന്തിനു വിളിക്കപ്പെട്ടവരാണ്? അനുഗ്രഹം അവകാശമാക്കാൻ. ഇതെങ്ങനെ വരണത്? മക്കളാണെങ്കിൽ അവകാശികളുമാണ്.
എന്തിൻ്റെ അവകാശികൾ? ഇപ്പം റോമ 8:17 എന്താ പറയണത്? എന്ന് പറഞ്ഞ് മക്കളാണെങ്കിൽ അവകാശികളുമാണ്. അപ്പം എന്തിൻ്റെ അവകാശികളാണ്? 1 Petrus 3:9 എന്തിൻ്റെയാണ്? ദൈവാനുഗ്രഹത്തിനായി വായിച്ചോളൂ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം എന്ന് പറഞ്ഞ് അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അപ്പൊ ഈ മക്കളാണെങ്കിൽ അവകാശികൾ എന്ന് പറയുമ്പോൾ 8:17 പറയുമ്പോൾ എന്തിൻ്റെ അവകാശികളാണ്? അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ് അല്ലേ? അപ്പോൾ മക്കൾക്കുള്ളത് അനുഗ്രഹമാണ്, അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. അതിന് ബേസിക്കായിട്ട് വാട്ട് ഈസ് ദ ബ്ലെസ്സിങ്? അനുഗ്രഹം എന്താണ്? ദ ഫിസിക്കൽ ഫേവേഴ്സ്. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. ഇന്ന് കിട്ടുന്ന അനുഗ്രഹം നാളെ നമുക്ക് ചേരത്തില്ല. അതാണ് അനുഗ്രഹത്തിൻ്റെ കുഴപ്പം. പിടികിട്ടിയോ? ഇന്ന് കിട്ടുന്ന അനുഗ്രഹം നാളെ ചേരത്തില്ല. എന്താ കാര്യം? കാലം മുന്നോട്ട് പോകുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. കാലത്തിനൊപ്പമാണ് നമ്മൾ പോണത്. കാലത്തിനൊപ്പം പോകുന്ന അനുസരിച്ച് കൊണ്ട് ആവശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത്, പല കാര്യങ്ങളും ആനുകൂല്യങ്ങളും നമ്മളെ കഷ്ടപ്പെട്ട് നേടിയത് പല സമയത്ത് നമുക്ക് ഉപകരിക്കാതെ വരും. പണ്ട് കെട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ, നമ്മുടെ ഈ പെൻഡ്രൈവ് മാത്രം നോക്കിയാൽ മതിയല്ലേ അല്ലേ? പെൻഡ്രൈവ് വന്നപ്പോൾ 300 പാട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുകയാണ്. പണ്ടത്തെ CD ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ CD ഇപ്പോൾ ആവശ്യമില്ല. കാരണം CD 12 പാട്ടൊക്കെ മാക്സിമം കൊള്ളതുമായിരുന്നു. പിന്നെ DVD ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞ് പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇതാണ്. ഒരു ടൈമിലുള്ളത് നാളെ യോജിക്കത്തില്ല. ദാറ്റ് മീൻസ് വി ആർ ഇൻവെസ്റ്റിംഗ് ദ ഹോൾ എനർജി. അതാണ് വിഷയം. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് നമ്മളത് നേടിയെടുത്തത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് അപ്രസക്തമായി പോവുകയും ചെയ്യും. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നേടിയെടുത്തത്. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല അനുഗ്രഹങ്ങളും അപ്രസക്തമായി പോകും. അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം, അല്ലെങ്കിൽ ശരി പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ഈ ചങ്ക് വെള്ളമായി ഉണ്ടാക്കിയ പല സാധനങ്ങളും നേടിയ പല സംഭവങ്ങളും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അർത്ഥമില്ലാത്തതായി ഉപയോഗമില്ലാത്തതായി മാറുന്ന ഒരു ദുരന്ത കാഴ്ച എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ കാര്യം അതാണ്. ഈ ജീവിതകാലം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ പുറകെ തന്നെ നടന്ന് എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ അവസാനം നേടിയതെല്ലാം പിന്നെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരുടേതാകുമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മതിയുള്ളൂ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും. ബ്ലെസ്സിങ്സിന്റെ അവസാനം കണ്ട, നമ്മൾ പറയുന്ന ബ്ലെസ്സിങ്സിന്റെ അവസ്ഥ കണ്ട. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. ഇപ്പം 8:17 മക്കളാണെങ്കിൽ അവകാശികളുമാണ്. എന്തിൻ്റെ അവകാശികൾ? 1 Petrus 3:9 എന്താണ്? അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. അനുഗ്രഹത്തിൻ്റെ അവകാശികളുടെ അവസ്ഥ എന്താണ്? ഒറ്റ രാത്രി കൊണ്ട് നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന് നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും ഇത് അന്യാധീനപ്പെടാൻ പോവുകയാണ്. എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞാലും ചക്രശ്വാസം വരച്ചുണ്ടാക്കിയാലും ഈ സംഭവം നേടിയ സാധനം ആരുടേതാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ആകുമെന്നർത്ഥം. ആരുടേതാകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം അവകാശമാക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അനുഗ്രഹത്തേക്കാൾ പ്രാധാന്യം ദൈവത്തിന് കൊടുക്കണം, വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കണം. വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുത്താണ് മറിയത്തിൻ്റെ വിജയം എന്ന് പറയണത്. മറിയത്തിൻ്റെ വിജയം നമ്മൾ അവസാനത്തേക്ക് പ്രവേശിക്കുകയാണ്. അതായത് വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കും. അമ്മയുടെ ഒരു നിലപാടതാണ്. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞേ. മലാഖ മംഗളവാർത്ത സമയത്ത് ഒത്തിരി കാര്യം പറഞ്ഞില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്?
യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. ദാവീദിന്റെ സിംഹാസനം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ലൂക്ക 1:32-33. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി. ലൂക്ക 1:32-33 വായിക്കട്ടെ. സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ലൂക്ക 1:32-33. അവൻ വലിയവനായിരിക്കും. ഒന്ന് പറഞ്ഞ അവൻ വലിയവനായിരിക്കും. പറഞ്ഞേ അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതാണ് വചനം അല്ലേ? ഇതാണ് മറിയത്തിന് കൊടുത്ത വചനം. ഈ വചനത്തിൽ പക്ഷെ മറിയത്തിന് സംഭവിക്കണത് എന്താണ്? അവൻ വലിയവനായിരിക്കും, യാക്കോബിൻ്റെ ഗോത്രം വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ വചനം മാംസമാകുമ്പോഴേ പ്രഥമ ദൃഷ്ടിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്? യാക്കോബും ഇല്ല, ദാവീദും ഇല്ല, ആരുമില്ല. പിന്നെന്ത് പറ്റണത്? പ്രസവിക്കാൻ ഇടവുമില്ല, വീടുമില്ല, ഒന്നുമില്ല. പിന്നെന്താണ്? ഒരു ഇറയം പോലും ഇല്ല. ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരാൻ കണ്ടില്ലേ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, അനുഗ്രഹം തരുമ്പോൾ സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ട് തരും, കൃപ തരുമ്പോൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യും. ഇതിൻ്റെ ഈ രണ്ട് വ്യത്യാസമുണ്ട്. നിൻ്റെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നീ അക്കൗണ്ട് കർത്താവിൻ്റെ അക്കൗണ്ടൊക്കെ കയറ്റിയിട്ടേക്കണം. അത് നിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവെക്കുമ്പോൾ നിനക്ക് തലവേദന നെഞ്ചരിച്ചും ചിലപ്പോൾ അറ്റാക്ക് വരെ ഉണ്ടാവും. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലമാണിത്. അതായത് നിനക്ക് സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യുന്നു വിചാരിച്ചോ? ഇപ്പോൾ ഒരു ചില ആളൊരു വണ്ടി ജപ്തി കൊണ്ടുവന്ന് ജപ്തി പേപ്പർ കൊണ്ടുവന്ന് വാതിൽ ഒട്ടിച്ച് വെക്കത്തില്ലേ? അപ്പോൾ അവരുടെ തഹസിൽദാറിൻ്റെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെ ബാങ്ക് മാനേജറിൻ്റെ വണ്ടി കിടക്കുമ്പോൾ ആൾക്കാർ അവർ പകൽ വന്നിടുമ്പോൾ എന്തിനാണ് വണ്ടി വന്നത് നമ്മൾ മിണ്ടത്തില്ല. ഇത് അയാൾ ഇപ്പോൾ ജെട്ടിന് ഒട്ടിക്കാൻ വന്നാണേ. പക്ഷേ അതേസമയം തന്നെ ആൾക്കാർ കണ്ടുപിടിക്കും എന്താ സംഭവം, ആ ജപ്തിയായല്ലേ ഓ എന്നൊക്കെ പറഞ്ഞ് നിലയും പിടിച്ച് ആര് നമുക്ക് നിലവിളിയില്ല, അവർക്ക് നിലവിളി ഉണ്ടാവും. ചുമ്മാ കത്തിട്ട് നമുക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് റിമൂവറായി. ജപ്തി മുദ്ര വെച്ച കുടുംബം എന്ന സ്റ്റാറ്റസ് റിമൂവറാണ്. ഇതുപോലെയുള്ള ഡീപ്രമോഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കച്ചവടം ചെയ്യുന്നതിലാണ് ഇതിൻ്റെ വിജയം. ഇത് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു? നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ നമ്മൾ മിക്ക അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ചെവിട് പറമ്പ് പോലും വിൽക്കേണ്ടി വന്നിട്ടില്ല. നിൻ്റെ കാലമായപ്പോൾ അപ്പം അപ്പൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട് ഇറയത്ത്. അപ്പൻ്റെ അമ്മയ്ക്ക് നിൻ്റെ ഭാര്യയ്ക്കിട്ടൊരു ഒരു കുത്തു കൊടുക്കണമെന്നുണ്ടാവും. അതിന് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പൻ്റെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്, ഇവിടെ ഒരുത്തനം ഉണ്ടായിരുന്നില്ല, ഒരു തെങ്ങിൻ ചുവട് പോലും കന്യാദിനെപ്പെടാൻ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിന്നെ ഉദ്ദേശിക്കുകയല്ല, അവരുദ്ദേശിക്കണ വേറെയാണ് സംഭവം. അപ്പോൾ ഈ ബാലിയെ കൊല്ലണ പോലുള്ള പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത്. അത് കൊള്ളേണ്ട പാട്ടി കൊള്ളും. അപ്പം നിങ്ങളെ ഇപ്പം കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചും ജപ്തിയായി, നാട്ടുകാരറിഞ്ഞ് വീട് ജപ്തിയായി, സ്റ്റാറ്റസ് ഡീപ്രമോഷനായി. അപ്പോൾ എൻ്റെ വീട് ജപ്തിയായല്ല കർത്താവേ എന്ന് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നിനക്ക് അറ്റാക്ക് വരും. അതാ പ്രശ്നം. നീ എന്ത് ചെയ്യണമെന്നറിയാവോ? നീ അത് അക്കൗണ്ട് മാറ്റിക്കളയണം. എന്താ കാര്യം? ഈ മറിയത്തിൻ്റെ സംഭവം എന്താ? അമ്മ എന്താ ചെയ്യണത്? യാക്കോബിൻ്റെ ഗോത്രത്തിലാവും എന്നേക്കും വലിയവനാകുമെന്ന് പറഞ്ഞില്ലേ? ദാവീദിൻ്റെ സിംഹാസനം പോയിട്ട് കച്ചിത്തുരുത്തി കിടക്കണ ഈ സംഭവം. അപ്പോൾ ഇത് നമുക്ക് കേൾക്കണ വചനവും അനുഭവവും തമ്മിൽ കോൺട്രഡിക്ഷനുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുക, വിശ്വാസത്തിൽ ബേസിക്കായിട്ട് വിശ്വാസം പ്രയോഗത്തിൽ വരുമ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷനുണ്ട്. നീ സത്യസന്ധമായ വിശ്വാസമാണ് നീ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, കർത്താവിലാണ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഫേസ് ബൈ നോ മീൻസ് ദ കോൺട്രഡിക്ഷൻ. എന്താണ്? നിനക്ക് അവൻ തർക്കത്തിൻ്റെ ശമയോനെ കണ്ടില്ലേ? ശമയോൻ ഇവൻ എടുക്കുമ്പോൾ എന്താ പറയണത് മറിയത്തോട്? അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞെന്ന്. അനുഗ്രഹിച്ചു കൊണ്ടുപോകുന്ന അനുഗ്രഹത്തിൻ്റെ വർത്തമാനമല്ലേ പറയേണ്ടത്, പക്ഷേ ശാപത്തിൻ്റെ വർത്തമാനം പറഞ്ഞത് ശരിയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ആരാധന, ആരാധന, ആരാധന. ലൂക്ക 2:34. ലൂക്ക 2:34 പറഞ്ഞോളൂ. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. സൂപ്പർ. പറഞ്ഞോളൂ. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണേ, വാല് ചങ്കില് കത്തി ഇറങ്ങുമെന്ന്. ക്ലിയർ അല്ലേ? അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞെന്നല്ല പറഞ്ഞത്. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ചങ്ക് തിരക്കി ഒരു കത്തി വരുന്നുണ്ട്. അതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. അതാണ് ഉള്ളിലിരിപ്പെന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിലിരിപ്പ് സൂക്ഷിക്കണം. ഇവനെ തൊട്ടാൽ സത്യദൈവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം ഇതാണ്. എൻ്റെ ഒരു ഫ്രോഡ് പരിപാടി ഒന്നും നടക്കത്തില്ല. സോപ്പിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ല, ഇരുട്ടുമുറിയിലെ കർത്തപൂച്ചയെ പിടിക്കാൻ പറ്റത്തില്ല, ഒരു പണിയും നടക്കത്തില്ല. നേരെ സത്യദൈവം, അതാണ് വിഷയം. നീ ക്രിസ്തുവിന് നിനക്ക് വേണം, യു മസ്റ്റ് പേ. നീ അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും. വൈ? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 കൊരിന്ത്യർ 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്നിൽ പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അത് മനസ്സിലായില്ലേ? ഇതൊരു ഭയങ്കരമായൊരു വചനമാണ്. അതായത് ഈ ആൾ തുണിയില്ലാണ്ട് ഈ ഒരു കുറവിറച്ചിയായിട്ട് തൂങ്ങിക്കിടക്കണില്ലേ, അങ്ങനെ നമുക്ക് വേണ്ടി വില കൊടുത്ത ആളാണ്. അപ്പൻ അത് കാരണം അങ്ങയുടെ വില തിരിച്ചു കൊടുക്കാതെ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. പിടികിട്ടിയാ? ഈ വില നമ്മൾ തിരിച്ചു കൊടുക്കണം. അതാണ് വിഷയം വരണത്. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? നമ്മൾക്ക് ഒരു വചനം നിവൃത്തിയാക്കാൻ വരുമ്പോൾ തന്നെ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ വരും. എന്താ കാര്യം? ഒരു വചനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ പറയും, എൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. ഈസി അല്ല പേയ്മെൻറ്റ് വെക്കാൻ. കാര്യം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 കൊരിന്ത്യർ 1:20. അപ്പോൾ ആ വചനം വരുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃപയായി കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് പറയും പേയ്മെൻറ്റ് വെക്കാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? എന്താ പേയ്മെൻറ്റ്? അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയണത് നമ്മളുടെ വിശ്വാസവും വചനവും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ ചില സമയത്ത് ടാലി ആകത്തില്ല. മനസ്സിലായി? ഇത് എൻ്റെ മക്കൾ, നിങ്ങൾ സത്യദൈവത്തെയാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഹിയർ ഇറ്റ്. നിങ്ങളത് കേൾക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കേൾക്കുന്ന വചനത്തിന് ഘടകവിരുദ്ധമായ അനുഭവമാണ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് കിട്ടണത്. ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? അവൻ യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം നൽകുമെന്ന് പറഞ്ഞെങ്കിലും അവൻ അനുഭവിക്കുന്നത് എന്താണ്? ഒരു വീട് പെറ്റുകിടക്കാൻ വേണ്ടി ഒരു ഇറയം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തി പ്രാകൃതരായ കുറേ മനുഷ്യർ എന്നെ കാണാൻ ഇടിച്ചതല്ലേ. അവരിപ്പോഴാന്ന് ഇങ്ങനെ ഇരുട്ടത്ത് സ്വരം കേൾക്കുമ്പോൾ മറിയോ ഇങ്ങനെ വെട്ടിച്ച് നോക്കുന്നുണ്ട്, ആരാണ് ഈ രാത്രി അവൻ. അപ്പോൾ കുറേ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഇടയന്മാരാ ഇരുട്ടത്ത് നിൽക്കുകയാണ്. അവന്മാരെന്തൊക്കെ തമ്മിൽ പറ്റും പറയാനുണ്ട്. അപ്പോൾ അവർ പറയണത് നമ്മളോട് പറഞ്ഞത് തന്നെയാണ്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ തോന്നണത് അത് പിള്ളക്കച്ച് പൊതിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും അവർ കണ്ടിട്ട് അവർ പോകും. പക്ഷെ മറിയത്തിന് അതൊരു സൂചനയാണ്. എന്താണ്? മറിയം ആ വിഷയത്തെ എടുക്കണത് എങ്ങനെയാണ്? പെറ്റതറിയാൻ വേണ്ടി ആദ്യം വരുന്നതാണ്. സ്വന്തം ബന്ധുക്കളൊന്നും അല്ലേ വന്നിരിക്കണതേ, നാട്ടുകാർ പോലും അല്ലേ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മറിയത്തിൻ്റെ അനുഭവങ്ങൾ. മറിയത്തിൻ്റെ ഈ അനുഭവത്തെ അമ്മ എന്ത് ചെയ്യണതാണ്? അമ്മ ഇതിൻ്റെ തർക്ക വിഷയമാക്കുന്നില്ല. മറിയത്തിന് വേണമെങ്കിൽ തർക്കിക്കുക, അവിടെ വകുപ്പുണ്ട്. എന്താ കാര്യം? അപ്പം പറഞ്ഞിട്ടാണ് ഗർഭിണിയായിരിക്കണത്. അപ്പം പറഞ്ഞിട്ടാണ് ഈ പുരുഷരെ അറിയാതെ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായിരിക്കണത്. അതിൻ്റെ പേരിൽ കുറേ കേട്ടതാണ്.
പക്ഷേ അതേസമയം തന്നെ അങ്ങനെ വരുമ്പോൾ ആ അപ്പം തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടേ. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വചനം പാലിക്കുമ്പോൾ ദൈവം ഒരു ഇൻസെൻറ്റീവ് നമുക്ക് തരണ്ടേ. അതൊരു മാന്യതയുടെ ഭാഗമല്ലേ ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ ഞാൻ നിങ്ങളൊന്ന് സന്ധിക്കണമല്ലോ. പക്ഷെ ആ സന്ധിപ്പും ചില സമയത്ത് ദൈവം തരത്തില്ല. ദൈവം തരത്തില്ല എന്ന് വെച്ചാൽ തരത്തേയില്ല എന്നല്ല. മറിയത്തെപ്പോലെ വചനം വായിക്കണം. മറിയത്തോട് എന്താ പറഞ്ഞിരിക്കണത്? ഇപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താണ്? കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. എന്ന് വെച്ചാൽ കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങളല്ലല്ലോ നടന്നത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം നൽകുമെന്ന് പറഞ്ഞിട്ടും കിട്ടിയിരിക്കുന്നത് കാലിത്തൊഴുത്താണല്ലോ. പക്ഷേ ഇതുകൊണ്ട് ഈ നേരം വെളുക്കണില്ലെന്ന് മറിയത്തിനറിയാം. കാര്യം എന്താണ്? അവസാന ഒരു വാക്കുണ്ട്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. അതായത് ദൈവ പൈതലെ ഒരു പ്രഥമ ദൃഷ്ടിയ ഫസ്റ്റ് ചാൻസിലെ നിൻ്റെ നീ വിചാരിക്കണ വചനമോ നീ ഇതിൻ്റെ പ്രാർത്ഥനയ്ക്കോ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലേ അത് കിട്ടുകയില്ലെന്ന് നീ ധരിക്കരുത്. മനസ്സിലായ? അതിനാണ് കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യാശയാണുള്ളത്. 1:45. അതായത് ഒരു സമയത്ത് ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഉടമ്പടി എടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ സംഭവിക്കും. ഈ മൊഡ്യൂൾസ് എല്ലാം ഇപ്പം തന്നെ ക്ലിയർ ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പം ക്ലിയർ ചെയ്യത്തില്ല. ചിറക്കിപ്പോൾ ക്ലിയർ ചെയ്യത്തില്ല. ഈ ആഴ്ച തന്നെ വസ്തു വിറ്റ് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈ ആഴ്ച വസ്തു വിറ്റ് പോകണം. ചില സമയത്ത് ചിലർക്ക് ആ ആഴ്ച വിറ്റ് പോകത്തില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അപ്പം തന്നെ നീ കൊടുക്കണം. എന്താ കാര്യം? ഈ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ നിൽക്കണമുണ്ട്. അവൻ തർക്കത്തിൻ്റെ അടയാളമായിരിക്കും. തർക്കത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കണ വചനവും അനുഭവിക്കുന്ന ജീവിതാനുഭവവും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകും ചില സമയത്ത്. വിശ്വാസി, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് കേൾക്കുന്ന വചനം. ഇപ്പം നീ ഭർത്താവിൻ്റെ കുടി മാറാൻ വേണ്ടി ഉടമ്പടി എടുത്തു, അവർ കുഴപ്പമില്ല അയാളെ കുടി മാറാൻ വേണ്ടി. അപ്പം നമുക്കറിയാം കുടി മാറിയ ഭർത്താവ് സമാധാനമുള്ള ക്രിസ്മസ് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് അറിയണത് അയാളുടെ വാട്സപ്പിൽ വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടാകും. മാതാവേ, പണ്ട് കുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വേറെ പരിപാടിയൊക്കെ ഉണ്ടായും. അതോടുകൂടി നീ ബോധം കെട്ട് വീഴും. ഇനി ഉടമ്പടിയും വേണ്ട, ഒരു വണ്ണാങ്കട്ടയും വേണ്ട, വെറുതെ മനുഷ്യൻ്റെ വെറുതെ കള്ള കാശും പോയി ആലപ്പുഴ പോയി എന്ന്. അത് തന്നെ സാധനം. അതാണ് പേയ്മെൻ്റ് എന്ന് പറയണത്. ഇത് മിക്കവാറും ഒരു 60% ആൾക്കാർ ഇതിൻ്റെ അകത്ത് വീഴണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നിൻ്റെ വിഷയം കർക്കശമാക്കുമ്പോൾ ഓർക്കുക, നിന്നെ ദൈവത്തിന് വിശ്വാസമില്ലെന്ന്. നീ എന്തോ ഒരു ആചാരം പോലെ അനുഷ്ഠാനം പോലെ അക്കാനും വേണ്ടി ഒക്കാനിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് പോയിരിക്കുകയും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കിതിലൊന്നും അറിയത്തില്ല. എന്തൊക്കെ കാണിച്ച് കൂട്ടിച്ച് പോയിട്ട് ഇപ്പം തന്നെ ഈ മരം കുലുക്കി അനുഗ്രഹം വിടാമെന്നും പറഞ്ഞ് പോയിരിക്കുക. നടക്കത്തില്ല. യു മസ്റ്റ് പേ ഇറ്റ്. നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അയാളുമായിട്ടുള്ള എഗ്രിമെൻറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോൺട്രാക്ട് ബേസ് എന്താണ് നോക്കിയിട്ട് യു മസ്റ്റ് പേ. എന്താണ്? നിൻ്റെ വചനം അമ്മയ്ക്ക് സംഭവിച്ച പോലെ പ്രഥമ ദൃഷ്ടിയാലും ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനാകും, പക്ഷേ എന്ന് പറഞ്ഞാലും ആ വലിയവൻ ചിലപ്പോൾ തൽക്കാലമാകത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പോൾ വെയിറ്റ് ചെയ്യണം. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ബ്രാൻഡഡ് ആകരുത്. ബ്രാൻഡഡ് അത് ഞാൻ വെച്ചാൽ നിങ്ങളെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവങ്ങളുണ്ടായതിൻ്റെ പേരിൽ എന്നാൽ പിന്നെ പ്രാർത്ഥന കുറച്ചേക്കാം, എന്നാൽ പിന്നെ പ്രവർത്തനം കുറച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി ടേംസ് ആൻഡ് കണ്ടീഷന് പിന്നിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് പാടുപെടും. എന്താ കാര്യം? ദൈവം നിങ്ങളെ അവിശ്വസ്തര ഗണത്തിൽ പെടുത്തിപ്പോയി, ലിസ്റ്റായിപ്പോയി. അതാണ് പ്രശ്നം. നിങ്ങളെ അവിശ്വസ്തരുടെ ഗണത്തിലേക്കാരും വിശ്വാസം കൊണ്ട് ഇത് വർക്ക് ചെയ്തില്ല, വിശ്വസ്തത കൊണ്ടല്ലേ വർക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ കഴിച്ച അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ ഈ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ, തർക്കത്തിൻ്റെ അടയാളം എന്നുള്ള സംഭവം മറക്കരുത്. ക്രിസ്തുവിനെ ആർജിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. കാരണം ക്രിസ്തു പേയ്മെൻറ്റ് വെച്ചതാണ്. അതാണ് പ്രശ്നം, വില കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വില ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് വില അങ്ങ് കൊടുക്കണം. എന്താണ്? വിശ്വാസത്തിൻ്റെ വില, പ്രത്യാശയുടെ വില, ദൈവസ്നേഹത്തിൻ്റെ വില. അപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കും. എന്നെ കർത്താവ് അവൻ്റെ ടൈം ആകുമ്പോൾ അവനെന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം,
ഈ മക്കൾ എന്ന പദവി എനി ഫുൾ കൺ ഗെറ്റ്. നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് മക്കളാകാൻ പറ്റും, അവകാശികളും ആകാൻ പറ്റും. പക്ഷേ അനുഗ്രഹത്തിൻ്റെ അവകാശം എന്താണെന്ന് അറിയാം, നിങ്ങൾക്കറിയാമല്ലോ. അനുഗ്രഹം കുറച്ച് ചെയ്യുമ്പോൾ യൂസ് ആൻഡ് ത്രോ ആയി പോവും, ആരുടെയെങ്കിലും ആയിപ്പോവും. നിങ്ങൾ പണ്ട് നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് 2018 ഞാനിപ്പോൾ കല്യാണം കഴിച്ചില്ലേ, ഇപ്പോൾ ചത്തുപോകുമോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കല്യാണം കഴിച്ചിട്ടില്ലേ? കല്യാണം കഴിച്ചിട്ട് അവർ രാജ്യം വിട്ട് അമേരിക്കയിലും കാനഡയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അവരെ വിളിച്ച് ചോദിക്കാവാ. അപ്പോൾ പറയും അത് ഞാനന്ന് പണ്ട് 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് അങ്ങനെ കല്യാണം നടന്നത്. ഞാൻ പറഞ്ഞ കല്യാണം സുഖമായിട്ട് ജീവിക്കണ്ട ഇപ്പം എന്ന് ചോദിക്കുമ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ സുഖമായിട്ടാണ് ജീവിപ്പുണ്ട്. അപ്പോഴെന്താണ് ഒരു കാണ്ടാമൃഗത്തെ കെട്ടി ആഘോഷമായിട്ട് അനുഭവിക്കണവരെ. അപ്പോഴിതാണ് പ്രോബ്ലം. ഇന്ന് കിട്ടുന്ന അനുഭവം നാളെ അത് നിലനിൽക്കണമെന്നില്ല. പക്ഷെ ക്രിസ്തു എന്ന് നിലനിൽക്കുന്നു. നിങ്ങളതാണ് ടേക്ക് ചെയ്യണത്. ഈ ഭർത്താവും ഭാര്യയും അനുകൂല്യവും അനുഭവമൊക്കെ ഇങ്ങനെ മാറിപ്പോവും. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ക്രിസ്തു എന്ന് നിലനിൽക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 12:34 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. വചനത്തിൽ പറയുന്നത് എന്താണ്? ഇപ്പം ഭർത്താവായാലും ഭാര്യയായാലും എന്നേക്കും നിലനിൽക്കത്തില്ല, മക്കളും എന്നേക്കും നിലനിൽക്കത്തില്ല, അവിടെ സ്വഭാവം എന്നേക്കും നിലനിൽക്കത്തില്ല. അമ്മയെ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞുകൊണ്ട് പോയവൻ ഇപ്പം ഗുഡ് നൈറ്റ് പറയണില്ലല്ല. ആ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ വേറെ ആൾക്കാരോടാണ്. അതാണ് പ്രശ്നം. പിടിയിട്ടില്ലേ? സമയം പിടികിട്ടിയാ? മമ്മി ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാലല്ല ഇവിടുന്ന് പോയത്. ഒരു ദിവസമൊക്കെ ഇങ്ങോട്ട് മമ്മിയുടെ 2 ആഴ്ചയൊക്കെ വിളിച്ച് പറയാമായിരുന്നു, മമ്മി സുഖമാണ് ഉറങ്ങിയത് ഉണിഴിച്ചാന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം കിസ്സി മമ്മി ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇപ്പം അവൻ നമുക്ക് ഗുഡ് നൈറ്റ് പറയണില്ല, അവൻ കിസ് ഉമ്മ ഗുഡ് നൈറ്റ് കൊടുക്കണം വേറെ അക്കൗണ്ടിലാണ്. അതാണ് പ്രശ്നം. എന്നേക്ക് നിലനിൽക്കത്തില്ല. നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കരുത്. മക്കളെ കാണുമ്പോൾ ദൈവത്തെ മറക്കരുത്. അതാണ് ക്രിസ്തു. അത് 12:34 ക്രിസ്തു എന്നേക്ക് നിലനിൽക്കുന്നു. ദാറ്റ് മീൻസ് എൻ്റെ അർത്ഥം എന്താണ്? ഷാഡോ വേഡ്. വാട്ട് ഈസ് എ ഷാഡോ വേഡ്? ബാക്കി ഒരു സംഭവം ആരാണെന്ന് പറഞ്ഞാലും എന്നേക്ക് നിലനിൽക്കത്തില്ല. ഇൻക്ലൂഡിങ് യുവർ വൈഫ്, യുവർ സൺ, യുവർ ഡോട്ടർ, യുവർ ഹസ്ബൻഡ്, എനിബഡി എന്നേക്ക് നിലനിൽക്കുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ആരിലാണ് ആശ്രയം വെക്കേണ്ടത്? ക്രിസ്തുവിലെ. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയം വെക്കുന്നവരെന്ത് ചെയ്യും? ഏതെങ്കിലും കാര്യത്തിൽ ഒരു ചെറിയ വിരോധാഭാസം കണ്ടാൽ, ഒരു തർക്കമായിട്ട് കണ്ടാൽ, അനുഭവം കേൾക്കുന്ന വചനവും അനുഭവിക്കുന്ന വിഷയവും തമ്മിൽ വാളും പരിചയമായിട്ട് ഓങ്ങി നിന്ന് നമുക്കത് മനസ്സിലാകാത്ത അവസ്ഥ വന്നാൽ വചനത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഹൃദയത്തെ സംഗ്രഹിച്ച് കളയും. ആര്? മറിയം. പിടിയിടിയാ? ഇവിടെയാണ് പ്രശ്നം. ഇതാണ് മറിയത്തിൻ്റെ ക്രിസ്മസ് എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൻ്റെ ഒപ്പം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ